ആദ്യം ഇവിടെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബിജു, ഉളിക്കൽ സ്വദേശിയാണ്. കണ്ണൂർ ജില്ല ഇരിട്ടി ഉളിക്കൽ സ്വദേശിയാണ്. ഉളിക്കൽ നിന്നൊരു 7 കിലോമീറ്റർ ചുറ്റളവിലാണ് ഞാൻ താമസിക്കുന്നത്. ഇന്ന് ഈ ദിവസം ഇവിടെ വന്ന് ഈ സുപ്രഭാതത്തിൽ 6 മണി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ കറക്റ്റ് ടൈമിന് തന്നെ ഈ സൂമിലേക്ക് എത്തിയ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഇത് നമുക്ക് ഈ ഒരു അവസരം തന്ന് നമ്മളെ ഓരോരുത്തരെയും പല മേഖലകളിലുള്ള ഓരോരുത്തരെയും ഈ വെർച്വൽ സ്ക്രീനിൽ പരിചയപ്പെടാനും ഓരോരുത്തരുടെയും മുഖം കാണുവാനും ഒക്കെ നമുക്ക് അവസരം തന്നു. ഇന്നത്തെ ഈ ദിവസം നമുക്ക് പ്രദാനം ചെയ്ത സർവേശ്വരനെ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നമ്മൾ ഓരോരുത്തരും പല മേഖലകളിൽ പല പ്രയാസങ്ങളിലൂടെ കടന്നു വന്നു. നമ്മൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരു സബ്ജക്റ്റ് നമ്മുടെ കൈകളിൽ കിട്ടുകയും അതിൻ്റെ മിറാക്കിൾ റിസൾട്ട് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. അത് നമ്മൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളിൽ നിന്നും നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടി. അതിൻ്റെ മിറാക്കിൾ റിസൾട്ടാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഈ സ്ക്രീനിൽ ഇരിക്കാൻ കാരണമായത്. വോയിസ് അൺമ്യൂട്ട് ചെയ്ത് വോയിസ് മ്യൂട്ട് ചെയ്ത് എല്ലാവരും ഇരിക്കുക. നമുക്ക് ഓരോ ദിവസവും ഇതിൽ ഓരോ ലീഡേഴ്സും നമുക്ക് ഓരോരോ അറിവുകളാണ് കിട്ടുന്നത്. ഓരോരുത്തരിൽ നിന്നും കിട്ടുന്ന എന്തെങ്കിലുമൊക്കെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രചോദനമാകുന്നത്. നമ്മുടെ സബ്ജക്റ്റ് ഈ ബയോട്ടോറിയം എന്ന കമ്പനിയും അതിൻ്റെ പ്രൊഡക്റ്റുകളും ഓരോ ദിവസവും മിറാക്കിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾ നമ്മൾ ഇതിലുള്ള ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ജീവിത ശൈലി രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓക്സിജൻ ലെവൽ കറക്റ്റ് ചെയ്യാൻ ലോകത്തെവിടെയും വേറൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. അതായത് ഇന്ത്യയിൽ നമ്മുടെ ഈ സബ്ജക്റ്റ് ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിലും കേരളത്തിൽ അതായത് ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിലും അതോടൊപ്പം ഭക്ഷ്യവകുപ്പിന്റെ കീഴിൽ ഇതൊരു മോണിറ്ററിംഗ് ആയി ഒരു കമ്മിറ്റിയായി അത് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റായി ഏറ്റെടുക്കാനും നമ്മുടെ ബിസിനസ്സിന് ആയുഷ് മന്ത്രാലയം കൊറോണ യോദ്ധ അവാർഡ് കിട്ടി, പല അശോക സ്തംഭ അവാർഡ് കിട്ടി, മഹാരാഷ്ട്രയുടെ ബെസ്റ്റ് പ്രൊഡക്റ്റ് ഓഫിനുള്ള അവാർഡ് കിട്ടി. അങ്ങനെ നൂറുകണക്കിന് അവാർഡുകളും അതേപോലെ വേൾഡിൽ ഗിന്നസ് ബുക്കിൽ പോലും ഇടം നേടിയ ഒരു സബ്ജക്റ്റാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ഇതിലേക്ക് വന്നിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ റിസൾട്ടുകൾ നമുക്ക് വളരെ പ്രചോദനമാകുന്നതാണ്. ഇന്നത്തെ ഈ ദിവസം നമുക്ക് വേണ്ടി നമ്മളെ ഇന്ന് അഭിസംബോധന ചെയ്ത് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് ഒരു വെൽനസ് മേഖലയിൽ മരുന്നുകളില്ലാതെ പാർശ്വഫലമില്ലാതെ ഹീലിംഗിലൂടെ രോഗം ഭേദമാക്കുന്ന നമ്മുടെ സുധാകർ സാറാണ്. അക്യുപഞ്ചർ മേഖലയിൽ 10-18 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സുധാകർ സാറെ വളരെ യാദൃശികമായി സുരേഷ് സാർ മുഖേനയാണ് ഞാൻ പരിചയപ്പെടുന്നത്. അന്നു മുതൽ ഇന്നോളം വളരെ നല്ല രീതിയിൽ നല്ല ബന്ധങ്ങളിലും
ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അദ്ദേഹം ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളിലെയും ഒരംഗമായി കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഈ സ്ക്രീനിലും നമുക്ക് ഓരോ പ്രാവശ്യവും അദ്ദേഹം ഓരോരോ അറിവുകളാണ് തരുന്നത്. ഇന്നത്തെ ദിവസം അദ്ദേഹം നമ്മളുടെ മനുഷ്യന്റെ മൈൻഡ് എങ്ങനെ സെറ്റ് ചെയ്യാം, എന്താണ് ഒരു മനുഷ്യന്റെ ജീവനാംശം നമ്മളിൽ നിലകൊള്ളുന്നത്, അതായത് ഹീലിംഗ് ആണ് അദ്ദേഹം ചെയ്യുന്ന സെക്ഷൻ, അക്യുപഞ്ചർ മേഖലയാണ്. അത് തന്നെയാണ് നമ്മുടെ പ്രൊഡക്റ്റും ശരീരത്തിൽ ചെയ്യുന്നത്. അപ്പൊ അതിനെ രണ്ടിനെയും കോർത്തിണക്കിക്കൊണ്ട് സുധാർ സാറ് നമുക്ക് ഒരു പ്രചോദനമായി ഓരോ പ്രാവശ്യവും സുധാർ സാർ നമ്മുടെ ഈ സ്ക്രീനിൽ വന്ന് സംസാരിക്കുമ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും ഒരു മോട്ടിവേഷനാണ്. അപ്പൊ എല്ലാവരും തന്നെ മ്യൂട്ട് ചെയ്ത് മാക്സിമം ആൾക്കാർ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വീഡിയോ ഓൺ ചെയ്ത്, അല്ലാത്തവർ മ്യൂട്ട് ചെയ്തും വളരെ ശ്രദ്ധയോടെ അദ്ദേഹത്തെ ശ്രവിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം നമുക്ക് ഈ അവസരം കേരളത്തിലേക്ക് എത്തിച്ചു തന്ന മനോജ് സാറും അതോടൊപ്പം ഇതിലുള്ള ചാക്കോ സാർ, ഗീത മേഡം, ഇന്ന് ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും എന്തെങ്കിലുമൊക്കെ രണ്ട് വാക്കുകൾ പറയാൻ തയ്യാറാകുക, എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് നമ്മൾക്ക് ഇന്ന് താങ്ക് യു. നമുക്ക് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ സുധാര സാറെ വളരെ വിനീതമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ABC-യുടെ പേരിലും താങ്ക് യു. സാറ് സംസാരിച്ചോളൂ. ബിജു സാറിന്റെ സൗണ്ട് ഇടക്കിടക്ക് ബ്രേക്ക് ആവുണ്ടായിരുന്നു. സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ഓൾ ഓഫ് യു. എല്ലാവർക്കും ഈ സുദിനത്തിൽ, സുപ്രഭാതത്തിൽ ബിജു സാർ പറഞ്ഞ പോലെ എല്ലാവർക്കും നന്ദി പറയുന്നു, നമസ്കാരം. അതുപോലെ എല്ലാവരെയും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മനോഭാവം. എന്താണ് മനോഭാവം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു രൂപം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. എല്ലാവരും കേൾക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. മറ്റൊരവസരത്തിൽ പറഞ്ഞാൽ മതി, ഇപ്പൊ പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ അറിവ്, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അറിവുകൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവർക്കുണ്ടാവും. നിങ്ങൾക്കെല്ലാം എന്നെക്കാട്ടി കൂടുതൽ അറിവില്ലവരും എല്ലാവരും ഉണ്ട്. ഇല്ലാത്ത ഈ മേഖലയിൽ തന്നെ അറിവ് എന്നാൽ കൂടുതൽ ആൾക്കാർ ഉണ്ടാവാം. അവരൊക്കെ ഉണ്ടാവാന്നല്ല ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്നിൽ ഉണ്ടായത് തെറ്റുകൾ എനിക്ക് പറഞ്ഞു തരണം എന്നാണ് ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് അപേക്ഷിക്കുന്നത്. ആദ്യമായിട്ട് എനിക്ക് പറയാനുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബയോടൂറിയം ഫാമിലി എന്ന് വെച്ചാൽ ഉളിക്കൽ മേഖലയിൽ ഇപ്പം ബിസാറ് പറഞ്ഞ പോലെ ഞാൻ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞിരിക്കുന്നത്. ഒരാളെ പേരെടുത്ത് പറയേണ്ടില്ല, അത്ര ആളുകളുണ്ട്. നമ്മൾ സമയം വേസ്റ്റ് ആക്കേണ്ട, അതുകൊണ്ടാണ് അത് പറഞ്ഞു. എല്ലാവരും അങ്ങനെ പറഞ്ഞാൽ മതി എന്നതിൻ്റെ ഒരു അഭിപ്രായം എനിക്കില്ല. അതുപോലെ ഉളിക്കൽ മേഖലയിലെ ടീമിന്റെ മാത്രം കുടുംബമല്ല, കേരള ബയോടൂറിയത്തിന്റെ ഒരു കുടുംബമാണ് നമ്മളെല്ലാവരും. ഇന്നലെ തന്നെ ഉച്ചക്ക് ഞാൻ ട്രീറ്റ്മെന്റ് ഇന്നലെ കരുവഞ്ചല്ലായിരുന്നു. ആ സമയത്ത് അലി മുഹമ്മദ് എന്ന് പറഞ്ഞ ആള് കൊടുങ്ങല്ലൂരിൽ നിന്ന് വിളിച്ചപ്പോ, നമുക്ക് ഒരു പരിചയമില്ലാത്ത ആള്, ജീവിതത്തെ കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത ആളുകളാണ് നമ്മൾ വിളിച്ചിട്ട് നമ്മളോട് ഈ അഭിപ്രായങ്ങൾ പറഞ്ഞത്. അത്രയും സ്നേഹബന്ധുവിലെ ഒരു നല്ലൊരു ഫാമിലിയാണ് ഈ ബയോടൂറിയം ഫാമിലി. നമുക്കിപ്പോ കേരളത്തിൽ എല്ലാ മുക്കിലും മൂലകളിലും ആൾക്കാരുണ്ട്. നമ്മുടെ കുടുംബം തന്നെയാണ്, ഫാമിലി മെമ്പേഴ്സ് എന്ന്. അതിനകത്ത് ജാതിയോ മതമോ മറ്റൊന്നുമില്ല. ഇപ്പൊ കൊടുങ്ങല്ലൂർ പോവാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കാം, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവാം, അദ്ദേഹത്തിന് സൗകര്യങ്ങൾ കിട്ടും. അങ്ങനെ ഇവിടെ വരികയാണെങ്കിൽ ഏത് മേഖലയിൽ പോയാലും നമുക്ക് ആളുകളുണ്ട് അല്ലെ. അത് ഓരോരുത്തരെ വ്യത്യസ്തമായിട്ട് പറയേണ്ടില്ല. ആറ്റിറ്റ്യൂഡ് എന്ന മനോഭാവം, നമ്മളെ മനസ്സിൽ ഉദിക്കുന്ന ആശയങ്ങളാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നതും പ്രതിഫലിക്കുന്നതും. ഈ ആശയം എങ്ങനെ ഉദയം കൊള്ളുന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഒരു ഹെൽത്തി മൈൻഡ് ഈസ് മോർ ബെറ്റർ ദാൻ ഹെൽത്തി ബോഡി. ഒരു ആരോഗ്യമുള്ള മനസ്സാണ് ആരോഗ്യമുള്ള ശരീരത്തിന് ഉടമയായിട്ട് മാറുന്നത്. അപ്പൊ അവിടെ മനസ്സാണ് അതിന്റെ ഏറ്റവും പ്രധാനം. മനോഭാവം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഭാവങ്ങളാണ്. മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് വിലയിരുത്തേണ്ടതും അതിന്റെ കർമ്മത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് ഇതിനൊന്നും ശ്രദ്ധിക്കുവാന്നില്ല എന്ന് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ എങ്ങനെ മനസ്സിന്റെ മിക്ക ആളുകൾ പറയുമ്പോൾ അവനവന്റെ അനുഭവം കൂടി ഇതിനകത്ത് ഉണ്ടാവും.
നമ്മൾ കേട്ടറിയുന്നതും വായിച്ചറിയുന്നതും ഇതിലൊക്കെ ഉപരി അനുഭവത്തിലാണ് ഏറ്റവും വലിയ പാഠം ഉണ്ടാകുക. അപ്പൊ അനുഭവ പാഠത്തിന്റെ വെളിച്ചത്തിൽ പറയാണ്. അതായത് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ, കാണുന്നതും കാണാപ്പുറത്തുള്ളതും, കാണുന്ന വസ്തു കാണാപ്പുറത്തുള്ള വസ്തു. വിസിബിൾ ഈസ് മോർ ബെറ്റർ ദാൻ ഇൻവിസിബിൾ. നമ്മളെല്ലാ വസ്തു കാണുന്നതിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് അതിന്റെ അടിവശത്ത് കാണാപ്പുറത്താണ്. കാണാപ്പുറം, അതായത് നമ്മളിപ്പോ ഓരോരുത്തരും ഇരിക്കുന്ന ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഇൻവിസിബിൾ അടിത്തറയാണ് ഇത് ഈ ബിൽഡിംഗ് നിലനിൽക്കാനുള്ള ഒരു കാരണം. ഇതുപോലെ 10 നില 100 നില ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. ആ ബിൽഡിംഗ് ഒക്കെ നിലനിൽക്കുന്നതിന്റെ അടിത്തറയിലാണ്. പക്ഷെ ഈ അടിത്തറ ആരും കാണുകയോ ആസ്വദിക്കുകയോ ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെ നമ്മളെ പ്രപഞ്ചത്തിന്റെ ഈ നമ്മളിപ്പോ കാണുന്ന ബിൽഡിങ്ങുകള്, വൃക്ഷങ്ങള്, ഭൂമി, മറ്റ് ഗ്രഹങ്ങള്, നക്ഷത്രങ്ങള്, സൂര്യചന്ദ്രന്മാർ, ഇതൊക്കെ നിലനിർത്തുന്നത് ഇവിടുത്തെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതാണ് അവിടുത്തെ ഇതിനെക്കാട്ടി എല്ലാം ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന തന്നെ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ് ആവശ്യം. അതിനെ നമ്മൾ മുഖവിലക്കെടുക്കുന്നില്ല. ഇതുപോലെ തന്നെ ഈ ലോകത്തിൽ നിരവധി ആശയങ്ങൾ ഉദയം കൊണ്ടത് ഓരോ വ്യക്തിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന മനോഭാവത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. ഈ ഉരുത്തിരിഞ്ഞു വരുന്ന തന്നെ നമുക്കിത് പ്രയോഗിക്കാൻ വേണ്ടി പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്. ഒരു വ്യക്തിയിൽ ആ ആശയം ഉദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ചൈതന്യവത്തായിരിക്കുന്ന ആ മഹത് വ്യക്തി, അവരിലാണ് ഈ ആശയങ്ങൾ ഉദിക്കുന്നത്. ഏതൊരു വ്യക്തിയിലായാലും. ഉദാഹരണത്തിന് നമുക്കറിയാം, ഇപ്പോ ആയുർവേദം ഉണ്ടാകുന്ന ചരക മഹർഷി, സുശ്രുത എന്ന മഹർഷിമാരിൽ ഉദയം കൊണ്ടിട്ടാണ് ആയുർവേദ മരുന്നുകൾ, ആ സംഹിത ഈ ഭൂമുഖത്തില് ബ്രഹ്മാണ്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. എങ്ങനെയാന്ന് വെച്ചാൽ അവര് കണ്ടുപിടിച്ച് പറഞ്ഞതാണ്. അതിനു മുമ്പേ അത് ആരും പരീക്ഷിച്ചില്ല. ആ മനസ്സിൽ ഉദയം കൊണ്ട ഒരാശയമാണത്. അതുകൊണ്ട് എപ്പോഴും ഈ ഉദയം കൊള്ളുന്ന ആശയത്തിനാണ് കാണുന്നതിലുപരി പ്രയോഗം. ഇപ്പൊ നമ്മളാരും വൈദ്യന്മാർ അല്ലെങ്കിൽ, ഞാൻ അക്യുപഞ്ചർ മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഡോക്ടേഴ്സ് ഒന്നല്ല, ആയുർവേദ മരുന്നല്ല. പക്ഷെ എങ്കിലും പനിക്കെന്താ മരുന്ന് വെച്ചാൽ അമൃതാരിഷ്ടം എന്ന് പറയും, വാശാരിഷ്ടം എന്ന് പറയും. ഇത് ഒരു ആളിന്റെ മനസ്സിൽ ഉദയം കൊണ്ട ഒരു ആശയമാണ്. ഈ ആശയം എപ്പോഴും പ്രകടമാകുന്നത്. അതുപോലെ തന്നെ അലോപ്പതി ഉദയം കൊണ്ടത് നമുക്കറിയാലോ. അലോപ്പതി ഉദയം കൊണ്ടത് പിന്നെ ഹിപ്പോക്രാറ്റിസ് എന്ന ഡോക്ടർ ഹിപ്പോക്രാറ്റിസ് ആണ് അലോപ്പതിന്റെ ഉദയം ഉണ്ടായത്. ഇന്നും പാരാസെറ്റമോൾ പനിക്ക് മരുന്നാണെന്നറിയാം. ഹോമിയോപ്പതിയില് ഡോക്ടർ സാമുവേൽ ഹാനിമാനാണ് ഹോമിയോപ്പതിന്റെ ആശയം അദ്ദേഹത്തിന്റെ ഉള്ളിലാണ് വിരിഞ്ഞത്. യോഗാസൂത്രം വിരിഞ്ഞത് പതഞ്ജലി മഹർഷിയിലാണ്. അക്യുപഞ്ചർ ഉണ്ടായത് ഹുവാങ് ഡി ആൻഡ് ചീബോ എന്ന് പറഞ്ഞ ചൈനയിൽ ഉണ്ടായിരുന്ന ഒരു ചക്രവർത്തിയുടെ, അവിടുത്തെ ഒരു വൈദ്യന്റെ, കൊട്ടാര വൈദ്യന്റെ മനസ്സിൽ ഉദയം കൊണ്ടൊരു സിസ്റ്റമാണ്. ആ കൊട്ടാര വൈദ്യന്റെ മനസ്സിൽ ഉദയം കൊണ്ട സിസ്റ്റമാണ് ആ ചക്രവർത്തിയായിരിക്കുന്ന ഹുവാങ് ഡി ലോകത്തിൽ പ്രചരിപ്പിച്ചത്. ഇന്ന് ഞാൻ ഉൾപ്പെടെ ചൈനയിൽ ഉദയം കൊണ്ട ആശയം എന്നിൽ, ഈ ഇന്ത്യയില്, കേരളത്തില്, കണ്ണൂർ ജില്ലയിൽ മുഴക്കുന്ന സ്ഥലത്തിന്റെ ആളുകൾ ഉപയോഗിക്കുന്നതും മറ്റൊരാൾ ഉപയോഗപ്പെടുത്തുന്നതും ഈ ഒരു സിസ്റ്റമാണ്. അന്ന് ആ ഉദയം കൊണ്ട് 6000 വർഷം ഉദയം കൊണ്ട ഒരു ആശയമാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചുരുക്കി കൂടുതൽ പറയുന്നില്ല, ഈ ബയോട്ടോറിൽ നിന്ന് നിയോഡൈമ എന്ന മാഗ്നറ്റിക് മാട്രസ് പാഡ് ഉദയം കൊണ്ടത് നമ്മളെ ബഹുമാനായ ഡോക്ടർ സാഗർ ജോഷി സാറിന്റെ മനസ്സിൽ ഉദയം കൊണ്ടതാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, ഞാൻ മുമ്പ് പറഞ്ഞ ഇൻവിസിബിൾ ഈസ് മോർ ബെറ്റർ ദാൻ വിസിബിൾ. നമ്മൾ ഈ കാണാപ്പുറം ഒരു ബെഡ് ഉപയോഗിക്കുമ്പോൾ എന്താണ് നമ്മളെ ബോഡിയിൽ നടക്കുന്നതെന്നും അത് എങ്ങനെ നമ്മളെ ശരീരത്തിൽ മറ്റ് കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ, അത് മാട്രസ് പാഡ് മറ്റ് പലതും ഉപയോഗിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്നതിന്റെ ഒരു കാണാപ്പുറമുണ്ട്. അതാണ് ഇൻവിസിബിൾ, കാണാപ്പുറം. ഇത് ബോഡിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ കാണുന്ന ബോഡീനെ അപേക്ഷിച്ചിട്ട് ഏറ്റവും മെച്ചപ്പെട്ടത് നമ്മുടെ ജീവനാണ്. ഈ ജീവശക്തിനെ ഈ കോശങ്ങള് കൂടി അടുക്കം, കോശങ്ങള് നമ്മൾ ജോലി ചെയ്യാതെ ഇരിക്കുന്ന ആളുകള് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിന്തയുടെ ഭാഗമായിട്ടൊക്കെ നമ്മളെ കോശങ്ങൾ ഡിമ്മാവും, ഈ കോൺസെൻട്രേറ്റ് ചെയ്യും. അതിനെ വിഘടിക്കാൻ്റെ ഒരു ഏറ്റവും നല്ല ഉപകരണമാണ് ഈ ബയോട്ടോറിൽ നിന്ന് മാഗ്നറ്റിക് തെറാപ്പി. ഇതെന്തുകൊണ്ട് ഇത് ഇപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ, നമ്മൾ മുമ്പ് പറഞ്ഞ ആയുർവേദത്തിന്റെ ആയാലും അലോപ്പതിന്റെ ആയാലും ഹോമിയോന്റെ ആയാലും യോഗന്റെ ആയാലും എല്ലാ മരുന്നുകളും അന്ന് ആശയം കൊണ്ട് ആ വ്യക്തിന്റെ മനസ്സിൽ ഉദയം കൊണ്ട സിസ്റ്റം
ലോകത്തെല്ലായിടത്തും നടപ്പിലാക്കുമ്പോൾ അതിനൊരു പ്രചാരകന്മാരുണ്ടായിരുന്നു. നമ്മൾ അതിന്ന് ഈ ബയോടൂറിസത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഡോക്ടർ സാഗർ ജോഷി സാറിന്റെ മനസ്സിൽ ഉദ്യോഗം കൊണ്ട ഈ സിസ്റ്റം ഈ ലോകത്തിൽ എന്നും നിലനിൽക്കുന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഞാനൊരു മാഗ്നറ്റ് തെറാപ്പി പഠിച്ചത് കൊണ്ടും ഈ റിസ്റ്റ് ബാൻഡ്, ലോങ് റിസ്റ്റ് ബാൻഡ് എന്റെ വലത് കാലിന്റെ ആംഗിളിന് ഇപ്പോൾ കെട്ടിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറിയൊരു തൊണ്ടയിൽ ഇന്നലെ മുതൽ ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ, അതായത് ഒരു കഫത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കുറയാൻ വേണ്ടിയിട്ട് എന്റെ കാലിന്റെ ആംഗിൾ ജോയിന്റിൽ വലത് വശത്ത് ഞാനിപ്പോൾ കെട്ടിയിരിക്കുകയാണ്. വ്യത്യാസമുണ്ട്. അതങ്ങനെ ഒരു അരമണിക്കൂറുള്ളത് ക്യൂർ ആയിക്കോളും. അപ്പൊ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ടൂളിന്റെ ആശയം ഉദയം കൊണ്ടൊരു വ്യക്തി, അതാണ് സാറെങ്കിലും ഈ ആശയത്തെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ ആശയത്തെ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ കാരണം ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ മനോഭാവം. ആറ്റിറ്റ്യൂഡിന് ഒരു പ്രത്യേകതയുണ്ട്. ആറ്റിറ്റ്യൂഡ് 100% ഗ്യാരണ്ടി പറയുന്ന ഒരു സാധനമാണ്. എന്താ വെച്ചാൽ നമ്മൾ ന്യൂമറിക്കൽ സ്ട്രെങ്ത്തിൽ പറയുകയാണെങ്കിൽ ആറ്റിറ്റ്യൂഡിന് 100 അതിന്റെ വാല്യൂ. 100 മീൻസ് എ എന്ന് പറഞ്ഞാൽ 1, ടി എന്ന് പറഞ്ഞാൽ 20, 2T 40, 1 41, I 9, അങ്ങനെ 50 ആണ് അതിൽ വരുന്നത്. അടുത്ത ആറ്റിറ്റ്യൂഡിൽ വന്ന് T 20, U 21, D 4, E 5, ടോട്ടലി നോക്കിയാൽ 100. അതായത് 100% നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഗ്യാരണ്ടിയാണ്. 100% ഗ്യാരണ്ടിയാണ് ഒരു വ്യക്തിന്റെ. നമ്മൾ പലപ്പോഴും പറയോ ഈവൻ എന്താ ഇങ്ങനെ, അല്ലെ അയാൾ എന്താ ഇങ്ങനെ, മറ്റുള്ളവരെ നമ്മൾ ബ്ലെയിം ചെയ്യുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെയാണ് ബാധിക്കുന്നത്. എൻ്റെ മനോഭാവത്തിലെ വികാസങ്ങൾ കുറയുമ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ അച്ചീവ്മെന്റ്സ്, എൻ്റെ വിഷൻസ്, എൻ്റെ സ്വപ്നങ്ങൾ ഇതൊന്നും ശരിയാവില്ല, പോണയാൻ സാധ്യതയില്ല. കാരണം എന്താണ്? എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറുകയാണ്. എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറാനുള്ള ഏക കാരണം ഞാൻ തന്നെ. എന്താ വെച്ചാൽ അതിലില്ല ശോഷണം സംഭവിക്കാറ്. നമ്മൾ മറ്റുള്ള ബ്ലെയിം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിനെ പറ്റിയിട്ട് നമ്മൾ അഗ്രവൈസ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെ ഗണ്യമായ കുറവുകൾ സംഭവിക്കാറുണ്ട്. ദുഃഖം, അമിതമായ സന്തോഷം, ഇതൊക്കെ നമ്മളെ ബാധിക്കും. അപ്പൊ ഇത് ഇല്ലാതിരിക്കാനുള്ള ക്രിയകൾ നമ്മൾ എന്താ വെച്ചാൽ പ്രാണഗതിയിലൂടെ, ശ്വസന ക്രിയയിലൂടെ ഇതിനെ ഒരു പരിധിവരെ മാറ്റിയെടുക്കാം. പിന്നെ സ്വഭാവം നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിനെ മാറ്റണം. സ്വഭാവം അറിഞ്ഞുകൊണ്ട് മാറ്റാന്ന് പറയുമ്പോൾ അറിഞ്ഞുകൊണ്ട് അതിനെ മാറ്റിയെടുക്കണം. അതായത് 4 തലത്തിലാണ് നമ്മളെ ബുദ്ധി നിലനിൽക്കുന്നത്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇത് 4ന്റെ ഒരു കോർഡിനേഷനാണ് നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ തെറ്റുകൾക്കും, കുറ്റങ്ങൾക്കും, നന്മകൾക്കും അടിസ്ഥാന കാരണം. ഇത് മനഃപൂർവ്വം മാറ്റാൻ വേണ്ടിയാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മനഃപൂർവ്വം മാറ്റാൻ ഞാൻ ഉൾപ്പെടെയാന്ന് പറയുന്നത്. ഞാനും ഓരോ കാലഘട്ടത്തിൽ കഴിഞ്ഞു വരുന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മളിത് പറയുന്നത്. അപ്പോ മനസ്സ് അതിനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാല്, നമ്മളിപ്പോ പിന്നെ ഞാനിപ്പോ വരുമ്പോ ഉളിക്കലിൽ കയറാറുണ്ട്. നമ്മുടെ രാജീവേട്ടന്റെ, നമ്മുടെ ഗ്രൂപ്പിന്റെ ഇതാകുമ്പോൾ രാജീവേട്ടനാണ് അതിന്റെ ഓണർ, ഉളിക്കലിലെ. അപ്പൊ അവിടെ വന്നിട്ടാകുമ്പോൾ ഞാൻ അവിടെ ഒരു സാധനം, എനിക്കൊരു പ്രിയപ്പെട്ട ഒരു സാധനം കണ്ടാല് ഞാനത് കാണാതെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എനിക്ക് അത്യാവശ്യമുണ്ട് ആ സാധനത്തെ. അപ്പൊ ഞാനിത് എടുക്കുമ്പോൾ പറഞ്ഞ് ബിജു സാറുണ്ട്, ചാക്കോ സാറുണ്ട്, റെജിയുണ്ട്, ഇവരൊക്കെ ഉണ്ട്, രാജീവേട്ടനത് എടുക്കാൻ പറ്റൂല എന്നില്ലാന്ന് എന്റെ ബുദ്ധി പറയുന്നത്. മനസ്സ് പറയുന്നത് എടുക്കണം. അപ്പൊ ബുദ്ധി പറയുന്നത് എടുക്കാൻ പറ്റൂല, ഇതിങ്ങനെയാണ്. അല്ലെങ്കിൽ ബുദ്ധി മറ്റൊരു തരത്തിൽ പറയുമ്പോൾ അത് എടുക്കാൻ പാടില്ല, അവരതാണ് അത് എന്നില്ല ബോധ്യത്തില് പറയുന്നുണ്ട്. പക്ഷെ ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ എടുക്കണം. മനസ്സ് ഫ്രീ ആണ്. മനസ്സിന് എന്തും ചെയ്യാൻ അവകാശമുണ്ട്. 1000 ചിന്തകൾ ചെയ്യുക, 1000 തെറ്റുകൾ ചെയ്യുക, ശരി ചെയ്യുക, ഇതൊക്കെ മനസ്സ് ഫ്രീ ആണ്. അതുകൊണ്ട് ബുദ്ധി അങ്ങനെ, ബുദ്ധി ഒന്നുകൂടി ഷാർപ്പ് തലത്തിലാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ എടുക്കാൻ പിന്നെ എടുക്കാൻ തോന്നുമ്പോൾ ചിത്തം പറയും എടുക്കാന്ന്. ബുദ്ധി പറഞ്ഞു കഴിഞ്ഞാൽ ചിത്തം പിന്നെ അതിനെ വിടാൻ പോകുന്നില്ല. എടുക്കുന്നതിന്റെ ഒരു തോട്ട് ഉള്ളിൽ വിരിയാൻ തുടങ്ങും. ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത് അഹങ്കാരം. ഞാനിത് എടുത്തല്ലോ എന്നില്ല അഹങ്കാരം, അല്ലെ ഞാനിത് എടുത്തില്ലല്ലോ എന്നില്ല അഹങ്കാരം. ഈ 4 തലാന്ന് നമ്മളെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് മനസ്സിലായെന്നൊന്നും അറിയില്ല, ചിന്തിച്ചാൽ മനസ്സിലാവുന്നത്. അപ്പൊ നമ്മൾ ഈ ചിന്തയിലാണ് ഇതിനെ കട്ട് ചെയ്യേണ്ടത്, മനസ്സിൽ ഇതിനെ കട്ട് ചെയ്യണം. ഏത് വിഷയം കിട്ടും. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇത് ജീവിതത്തിലെ സർവ്വ മേഖലയിലും ഈ മനസ്സിനെ നിങ്ങൾ അനുവദിക്കരുത്. തെറ്റായ കാര്യങ്ങളിലേക്ക് മനസ്സിനെ അനുവദിക്കാതിരിക്കലാണ് നമ്മൾ ഏറ്റവും. മനസ്സ് അതില് ബുദ്ധി പറഞ്ഞു കഴിഞ്ഞാൽ ചിത്തം വിടുകയില്ല. ചിത്തം പിശാചിനെ പോലെ നമ്മളെ പിന്തുടരും. പിന്നെ അത് അഹങ്കാരമായിട്ട് മാറും സർവ്വ മേഖലയിലും.
അപ്പൊ അത് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടായി ശരിയാവും. മാറ്റങ്ങൾ വരും. മാറ്റങ്ങൾ വരും എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബയോടൂറിസത്തിന്റെ ബിസിനസ് തന്നെ മിക്ക ആളുകളും കുറച്ച് ആളുകൾ ചെയ്യുന്നു, കുറച്ച് ആളുകൾ ചെയ്യുന്നില്ല. അതായത് അതിന്റെ കാര്യം എന്ന് വെച്ചാൽ അപ്ലൈൻഡോ ഡൗൺലൈൻഡോ ഒന്നും വ്യത്യാസം പ്രശ്നമൊന്നുമല്ല, അവനവന്റെ പ്രശ്നം. ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാര്യങ്ങൾ മനസ്സിലായി തന്നെ മറ്റൊരാൾ പറയുമ്പോൾ എന്താ ധരിക്കുക. ഞാനൊക്കെ എന്റെയൊക്കെ പ്രശ്നം അതാണ്. മറ്റൊരാളുടെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ പറയാം, അതിൽ കൂടുതൽ പറയില്ല. കാരണം അവർക്ക് ഏറ്റവും ആവശ്യമുള്ള വസ്തുവാണ്. ആ ആവശ്യത്തിനെ പറ്റി നമ്മളങ്ങനെ പ്രചാരം അടിക്കേണ്ട. അവർ പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ അവർ നിർബന്ധിതമായിട്ട് വാങ്ങും. എന്തെങ്കിലും ഓർക്കുമായിരിക്കും. അവർക്ക് സുഖം പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഒരു മനോഗതി നമ്മളിൽ ഉണ്ടാകണം. അതാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ ഫാമിലി ബോണസോ അവയർനെസ് ബോണസോ ഒന്നും ശ്രമിച്ചാൽ നമ്മൾ ഈ മനോഭാവം മാറുന്നില്ല. അവയർനെസ് ബോണസ് അല്ലെങ്കിൽ ഫാമിലി ബോണസ് ഇതിന്റെ റിസൾട്ടാണ്. നിങ്ങളൊരു വ്യക്തി തളർന്ന് കിടക്കുമ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിങ്ങളെ ഹെൽപ്പ്, ഒരു സഹായം എത്തുമ്പോൾ അതാണ് പണമായിട്ട് റിസൾട്ടായിട്ട് വരുന്നത്. അത് വന്നോളൂ. അതിനെപ്പറ്റി നമ്മൾ ആകുലമായിട്ട് ചിന്തിക്കുകയും വേണ്ട. നിങ്ങളെ മനോഭാവത്തില് നിങ്ങളെ ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കണം. ഏത് ഒരാൾക്ക് സുഖം പ്രാപിക്കാനുള്ള സിസ്റ്റം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയുർവേദം, അലോപ്പതി, യുനാനി, ഹോമിയോ അങ്ങനെ നിരവധി സിസ്റ്റങ്ങൾ വന്ന്, അക്യൂപഞ്ചർ വന്നു. അതിൻ്റെ അകത്തെല്ലാം ഉപരിയായിട്ട് ഇപ്പൊ നമ്മളെ അടുത്തറിയപ്പെടുന്ന ലാസ്റ്റ് വന്ന ഒരു സിസ്റ്റമാണ് നിയോ ഡയമണ്ട് എന്ന് പറഞ്ഞ മാഗ്നറ്റിക്. അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആളുകളെ സുഖത്തിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെ ഉപയോഗിക്കണം? ഞാനിപ്പോ എന്റെ കാലിന് ഇത് കെട്ടി, ലോങ് റിസ്റ്റ് ബാൻഡ് കെട്ടി എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാൻ എനിക്ക് അതിയായ താല്പര്യമുണ്ട്. കാരണം എൻ്റെ ഒരു അറിവ് ഒരുപാട് ആൾക്ക് അറിയുന്ന വിഷയം തന്നെ ഞാൻ പറഞ്ഞത്. സുജോക്ക് പഠിച്ചവർക്കൊക്കെ അറിയാം. അതുപോലെ സുജോക്കിന്റെ പിതാവ് പ്രൊഫസർ പാർക്ക് ജേബു എന്ന് പറഞ്ഞ പ്രൊഫസർ പാർക്ക് ജേബു ആണ് കൈകളും കാലുകളും ശരീരത്തിന്റെ റിമോട്ട് കൺട്രോളാണെന്നും ഇതിലൂടെ ഡയഗ്നോസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ അസുഖങ്ങൾക്കും പരിഹാര മാർഗം ഉണ്ടാവുമെന്ന് കണ്ടുപിടിച്ചത് പ്രൊഫസർ പാർക്ക് ജേബു എന്ന് പറഞ്ഞ കൊറിയൻ സയന്റിസ്റ്റാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആശയം ഉദയം കൊണ്ടത് അദ്ദേഹത്തിന്റെ മനോതലത്തിലാണ്. ഈ മനസ്സിലാണ് ഇത് കംപ്ലീറ്റ് മാറി വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് വെച്ചാല് നമ്മൾ ചോദിക്കുന്നതിലും വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും ഒരു രീതിയുണ്ട്, ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അതായത് നമ്മൾ താഴെയുള്ളവർ മീൻസ് ഇളയവരോട്, അത് മക്കളായാലും മരുമക്കളായാലും മറ്റ് താഴെയുള്ള വീട്ടിലുള്ളവരോട് നമ്മൾ ഓർഡർ ചെയ്യുക. അതിങ്ങെടുത്താ ഇങ്ങോട്ട് പോയാൽ കടയിൽ പോയിട്ട് വന്ന് ഇങ്ങനെ പറയാം. അത് താഴെയുള്ളവരോടും നമ്മളുമായിട്ട് അത്രയും റിലേറ്റഡ് ആയിട്ടുള്ളവരോടും അത് പറയാം. അതുപോലെ നമ്മളിൽ ഉയർന്നവരോട് പറയാ, ചോദിക്കുക, ആസ്ക് ചെയ്യുക. നമ്മൾ ചോദിക്കൂ, ഇത് പറ്റുമോ, തരാൻ പറ്റുമോ. അതുപോലെ നമ്മൾ രക്ഷിതാക്കളോട് റിക്വസ്റ്റ് ചെയ്യുക, അപേക്ഷിക്കുക ചെയ്യുക. റിക്വസ്റ്റ് ഇപ്പോ നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട്, വില്ലേജ് ഓഫീസിൽ പോയിട്ട്, അല്ലെങ്കിൽ നമ്മളെ രക്ഷിതാക്കളോട് റിക്വസ്റ്റ് ചെയ്യുക, അപേക്ഷിക്കുക, വിനീതമായി അപേക്ഷിക്കും എന്ന് പറയാം, അല്ലെ? അപ്പൊ എല്ലാവരോടും പറയുന്ന വാക്കുകൾ വ്യത്യസ്തമാണ്. അതുപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഏറ്റവും വിലപ്പെട്ട രീതിയിൽ നടക്കുന്ന ഒരു സ്തുതിയാണ്. സ്തുതി എന്ന് പറയാൻ പറ്റില്ല അതിന്. ശരിക്കും എന്താ പറയാന്ന് വെച്ചാൽ ഒരു പ്രാർത്ഥന നിർഗുണമായിട്ട് ചെയ്യുന്നത്. അതിനകത്ത് ഒന്നും ആവശ്യപ്പെടുന്നത് റിക്വസ്റ്റ് ചെയ്യേണ്ടതല്ല. പിന്നെ നമ്മൾ കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന ബോസിനോടാണ്, ബെഗ് ചെയ്യുന്ന ബോസിനോടാണ്. ഞാൻ ഒരാൾക്ക് ജോലി ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് 2 ദിവസത്തെ ലീവ് വേണേനും, എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കുറച്ച് പണം ആവശ്യമുണ്ട്. ആ ബെഗ് ചെയ്യുന്ന ബോസിനോടാണ്. ദൈവത്തിനോട് പ്രാർത്ഥന മാത്രം. ഈ പ്രാർത്ഥനയുടെ അഭാവം വല്ലാതെ ശരീരത്തിന്റെ മെറ്റാബോളിസത്തെ ബാധിക്കും. വെറും മാറ്റസ്പൈഡ് വെച്ച് കിടന്നതിനെ കൊണ്ട് കാര്യമില്ല, അവൻ ശ്വസനക്രിയയും ചെയ്യണം. ഈ പ്രാർത്ഥന അടുത്ത് വന്നാൽ നമ്മുടെ ശരീരത്തിന്റെ മെറ്റാബോളിസം പൂർണ്ണമായിട്ടും സക്സസിലേക്ക് പോകാം. അതാണ് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാനൊക്കെ രാവിലെ കഴിഞ്ഞു ചെറിയ മട്ടം എങ്ങനെയായാലും വയ്ക്കില്ല, എങ്ങനെയായാലും തിരക്കേടില്ല. എല്ലാവരും അവനവന്റെ രീതിയിലുള്ള പ്രാർത്ഥന നിർബന്ധമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാല് നമ്മളെ ശരീരത്തെ അപേക്ഷിച്ചിട്ട് ഏറ്റവും മർമ്മപ്രധാനം നമ്മുടെ ജീവനാണ്. അപ്പൊ ജീവൻ നിലനിർത്തുന്നത് ദൈവത്തിന്റെ കരങ്ങളിലാണ്. ഈന്റെ ചരടില്ലത്. ബോഡി നമ്മളെ കയ്യിലല്ല, എങ്കിലും ബോഡിക്ക് ഒരു പരിധി വരെ നമ്മളെ സ്വാധീനങ്ങളുണ്ട്. അപ്പൊ അവിടെ ശരിയായാലും ഇത് ശരിയാവുള്ളൂ. സർവ്വ മേഖലയിലും വിജയിക്കാതിരിക്കാനും ഒക്കെ കാരണം അവന്റെ ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് മാറുമ്പോൾ ആറ്റിറ്റ്യൂഡിന്റെ ശരിക്കും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, മനോഭാവം മാറാന്ന് വെച്ചാൽ, ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ഇന്ന് എനിക്ക് ഫാമിലി ബോണസ് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ കൊടുക്കുന്നത് അതൊരിക്കലും ശരിയാവില്ല. കാരണം നിങ്ങൾ ഇത് പഠിച്ച് ഇത് ഇന്നേ തരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അത് കൊടുത്താൽ ഇന്നേ സുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അനുഭവത്തിലുണ്ട് നിരവധി അനുഭവം. പറയുന്നതിനടുക്ക് ചെറിയൊരു കാര്യം പറയാം. ഞാൻ പറയുന്നതിന്റെ നടുക്ക് ടോപ്പിക് ഒന്നും വ്യതിചരിക്കല്ല, എന്നാലും പറയാന്ന്. ഇന്നലെ മട്ടന്നൂരിലൊരു സുഹൃത്തിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞ്, ഒരു രാജീവ് തന്നെ ഒരാളുടെ
അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ബയോടൂറിസത്തിന്റെ കാര്യം പറഞ്ഞു. അന്നേരം പറഞ്ഞു സുധാരേട്ട ഇങ്ങനെ എൻ്റെ നാട്ടിൽ ഒരു ആശാ വർക്കർ ഇത് വാങ്ങിനേന്. അപ്പൊ അയാളെ ആ ലേഡീന്റെ ഭർത്താവിന്റെ അമ്മക്ക് ഇങ്ങനെ സ്ട്രോക്ക് വന്ന് കിടപ്പിലായപ്പാടിന് ഇവര് റിസ്റ്റ് ബാൻഡ് എടുത്ത് 2 കൈയിലും കെട്ടി മാട്രസ് പാഡ് കിടന്ന് കാലില് വാട്ടർ ബാലം ചുറ്റിയിട്ട് അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, കണ്ണൂർ AKG ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറഞ്ഞു പോലും ഒരാഴ്ച മുന്നെയാണ് രക്തം ക്ലോട്ടിങ് ആയിട്ടില്ല. എന്താ ഇത് സാധാരണ ഈ സമയം കൊണ്ട് ക്ലോട്ടിങ് ആവുന്നതാണ്. അപ്പൊ അതാണ് ഇതിന്റെ മിറാക്കിൾ. അത്രയും മിറാക്കിൾ ഉണ്ട്. അപ്പൊ അതിനെ ക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റി, ഇത് ഉപയോഗിക്കുന്നതിനെ ക്യൂർ ചെയ്യാൻ പറ്റി. അതിപ്പോ ഇന്നലെ എന്നോട് സംസാരിച്ച ഞാൻ ഒരു സുഹൃത്തോട് ഇത് ചേരാൻ വേണ്ടി പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കായിരുന്നു. അവിടെ അത് അത്രയും ഒരു കാര്യത്തിന് പറഞ്ഞല്ല, അദ്ദേഹം ജോയിൻ ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഒരു നിസ്വാർത്ഥമായ ഒരു വാക്കാണ്. എല്ലാവരും മനസ്സിലാക്കണം. അത്രയും പവർഫുള്ള മിറാക്കിൾ ആയിട്ടുള്ള റിസൾട്ടിലെ സാധനത്തിന്റെ ആ പ്രവർത്തന ശൈലി നമ്മൾ മനസ്സിലാക്കിയിട്ട് വിതരണം ചെയ്യുമ്പോൾ അത് ശരിയായ സക്സസിലേക്ക് പോകും. ഇങ്ങനെ ഓരോ തലത്തിനെ പറ്റിയും നമ്മൾ മനസ്സിലാക്കണം, ഓരോ കാര്യത്തിനെ പറ്റിയും മനസ്സിലാക്കണം. അപ്പൊ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുക, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇതിലൊരു ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇതിന് ഏറ്റവും നല്ല പ്രാണഗതിയാണ്. പ്രാണഗതി എന്ന് പറയുമ്പോൾ പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മൾ വലിക്കുകയും വിടുകയും ചെയ്യുമ്പോൾ ശരീരത്തിന്റെ സെല്ലുകളെ ഇടയിലൂട്ടയിലെ ജീവശക്തി ആക്റ്റീവ് ആവുകയും ആ കോശങ്ങളെല്ലാം പൂർണ്ണതയിൽ നിൽക്കുകയും ചെയ്യും. അതിന്റെ കൂടെ മാട്രസ് പാഡ് കൂടി ഉപയോഗിക്കുമ്പോൾ പവർഫുൾ ആയിക്കോളും. ഇതിൽ ചിന്താഗതിയിൽ ഗണ്യമായ മാറ്റങ്ങൾ വരുത്തുക. പിന്നെ നമ്മൾ വായു, വെള്ളം, ഭക്ഷണം, ഇത് മൂന്നും നമ്മുടെ ആഹാരമാണ്. വായു, വെള്ളം, ഭക്ഷണം, ഇത് മൂന്നാണ് നമ്മുടെ ആഹാരം. അപ്പൊ വായു ആണ് പ്രഥമ ആഹാരം. വായു നമുക്ക് വിസിബിൾ അല്ല, അതിനെ അവഗണിക്കൽ തന്നെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ. തീരെ അതിനൊരു മൂല്യം കൊടുക്കുന്നില്ല. വായു, അതായത് ഭക്ഷണമില്ലേ മാസങ്ങൾ ജീവിക്കാം, വെള്ളമില്ലേ ദിവസങ്ങൾ ജീവിക്കാം, വായുവില്ലേ നിമിഷം നേരെ ജീവിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ വെള്ളത്തിന്റെ ക്വാളിറ്റി നോക്കും, ഭക്ഷണത്തിന്റെ ക്വാളിറ്റി നോക്കും, അതിന്റെ എല്ലാവിധ കാര്യങ്ങളും നോക്കും, പോയിസൺ നോക്കും, എല്ലാം നോക്കും. പക്ഷെ മലിനമായ വായു ശ്വസിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഇതും നമ്മൾ മാറ്റണം. അതായത് വേട്ടയാടിയിട്ട് ഭക്ഷണം കഴിക്കുന്ന വേട്ടയാടി കഴിച്ചോട്ടെ, അല്ലാതെ അവർ കഴിക്കാൻ പാടില്ല. 4 തരത്തിലുള്ള ആൾക്കാരുണ്ട് ഈ ഭൂമുഖത്ത്. 4 തരത്തിലുള്ള ആൾക്കാരാണ്. ആ 4 തരത്തിലുള്ള ആൾക്കാർ എങ്ങനെ വിതന്തിരിച്ച് അതിനെ 4 ഭാഗമായിക്കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യാന്നില്ല നിങ്ങൾ പഠിക്കണം. അതിന്റെ ആഹാര രീതി പഠിക്കണം. ആ 4 കാറ്റഗറിയിലെ ആൾക്കാർക്ക് ഏത് തരത്തിലുള്ള ആഹാരങ്ങളാണ് അവർക്ക് അനുയോജ്യമായിരിക്കുക എന്നൊക്കെ നമ്മൾ പഠിക്കണം. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഞാൻ പഠിച്ച കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതിന് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ എങ്ങനെ അതെല്ലാം ലൈവ് ക്ലാസ് വെച്ചാലാണ് നമുക്ക് ശരിക്കും ഒരു വർക്ക്ഷോപ്പ് വെച്ചാലാണ് ശരിക്കും പറഞ്ഞുതരാൻ പറ്റുക. കാരണം എൻ്റെ അറിവ് എന്നിലൂടെ അസ്തമിക്കല്ലേ വേണ്ട. ഞാൻ പറ്റാതെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ റിസൾട്ട് വളരെ മിറാക്കിൾ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെന്താ വെച്ചാല് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് വിപരീതമായും അനുകൂലമായിട്ടും കാര്യങ്ങൾ നടക്കും. ഏതെങ്കിലും ഒരു വികാരത്തിന്റെ ഭാഗമായിട്ട് മനുഷ്യനാകുമ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടാവും. അഥവാ മിസ്റ്റേക്ക് ആയിപ്പോയാൽ നിങ്ങൾ അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ചിട്ട് അതിനെ വരുത്തരുത്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിന്റെ മനോഭാവത്തിൽ വിരിഞ്ഞ ആശയങ്ങളാണെങ്കിലും അതുപോലെ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ പുറത്ത് കാണുക. അപ്പോൾ അത്തരം ചിന്തകൾ മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് തന്നെ മേലിൽ അത്തരം പ്രവൃത്തികൾ ചെയ്യാതിരിക്കുമ്പോൾ ഒരു വ്യക്തി ശരിയാവും. ഒരു വ്യക്തി സക്സസ് ആണെങ്കിൽ അവരുടെ മനോഭാവം മാറ്റിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സക്സസ് ആവില്ല. നമുക്ക് ഉണ്ടാവും. അതായത് നമുക്കിപ്പോ അറിയാം, ഇപ്പൊ തൊട്ടടുത്ത് സംസ്ഥാനത്തെ ജയലളിത, മുഖ്യമന്ത്രി ആയിരിക്കുന്ന ജയലളിത, അദ്ദേഹം മരണപ്പെട്ടത് ആൾ സ്വാധീനം ഇല്ലായിട്ടില്ല, പൈസക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, ചികിത്സ ലഭ്യമായിട്ടില്ല. എന്നിട്ട് അദ്ദേഹത്തിന് ആറ്റിറ്റ്യൂഡാണ്, കുറ്റം പറയുന്നില്ല, ആറ്റിറ്റ്യൂഡിലെ മാറ്റം തന്നെ അത്. കാരണം നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ട് 100% പറയാം ഇദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയായിരുന്നു. അതാണ് കാണുന്നത്. നമ്മളിന്ന് ദരിദ്രനാവുന്നതും സമ്പന്നനാവുന്നതും ഒക്കെ നമ്മൾ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് കാരണം. അതിന്റെ പിൻവശം അതായിരുന്നു എന്നതിന്റെ അർത്ഥം. ഒരു വ്യക്തിനെ കാണുമ്പോൾ അവരിലുണ്ടാകുന്ന സ്ട്രക്ചർ, അവരുടെ അനുഭവങ്ങളൊക്കെ അവരെ ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവർ ചെയ്യുന്ന കർമ്മങ്ങൾ ആരും കാണുന്നില്ല. അതായത് ദാനം കൊടുക്കുമ്പോൾ നമ്മളൊരു മറുകൈ വലത് കൈ കൊടുക്കുമ്പോൾ ഇടത് കൈ അറിവ് എന്ന് പറയുന്നത് അത്ര പോലും അറിഞ്ഞിട്ടില്ലെങ്കിലും വിസിബിളിൽ നിങ്ങൾ ഉയർത്തും, വിസിബിളിൽ അത് നിങ്ങൾ ഉയർത്തും. പിന്നെ ദാനവും ധർമ്മവും രണ്ടാണ്. മൊറാലിറ്റി ആണ് ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ ദാനമല്ല. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ ഞാനൊക്കെ മുമ്പ് അങ്ങനെയാണ് വിശ്വസിച്ചത്. ധർമ്മം എന്ന് വെച്ചാൽ
ഉചിതമായത് ചെയ്യാം, ഉചിതമായത്. അത് അനുചിതമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ധർമ്മം മിസ് ചെയ്യണം. അപ്പൊ ധർമ്മം തലയിക്കാക്കും എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും പ്രധാനം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുന്നതായിരിക്കും. പിന്നെ വേറെന്താ പറയണ്ടേ? നമുക്ക് ഓരോ കാര്യത്തിലും അതുപോലെ നമ്മുടെ മൈൻഡ് സെറ്റാക്കാണ്. മൈൻഡ് സെറ്റാക്കണ്ടെങ്കിൽ ഒന്ന് പ്രാണഗതി, പിന്നെ മനഃപൂർവ്വം ഇല്ല ഡൈവേർഷൻ. മനഃപൂർവ്വം ഡൈവേർട്ട് ചെയ്യുമ്പോൾ ഇത് ശരിയാകുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന നിരവധി ഡോക്ടർമാർ, സ്പെഷ്യലിസ്റ്റുകൾ, 50-ൽ പരം സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അതായത് ഗൈനക്കോളജി, എൻട്രോക്കോളജി, നെഫ്രോളജി, അല്ലെ, കാർഡിയോളജി, അങ്ങനെ 50-ൽ പരം പ്രൊഫഷണലിസ്റ്റുകളിന്റെ ഇവിടെ ഡോക്ടേഴ്സിന്റെ അടുക്ക ഒരുപാട് ഡിഗ്രികളുടെ ഡോക്ടർമാർ. അവരെ മനോതലം ശരിയില്ലെങ്കിൽ അവർക്ക് ശരിയാവില്ല. അതായത് അടുത്ത് മട്ടന്നൂർ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, സുരേഷ് സാറിനൊക്കെ നന്നായിട്ട് അറിയാം, ബാക്കിയുള്ളവർക്കും അറിയായിരിക്കും. ആ ഡോക്ടറിന്റെ മകനും മകളും ഒക്കെ ഫാമിലിയൊക്കെ മരണപ്പെട്ടു പോയിന്. അന്നേരം അദ്ദേഹം കുറച്ചു കാലം ഹോസ്പിറ്റലിൽ അടച്ചിടുന്നതിന് ഒരു ഘട്ടമായിട്ടാണ്. പിന്നെ അദ്ദേഹത്തിന് എല്ലാവിധ ക്വാളിറ്റികളും നല്ല ഹൈ ഗ്രേഡിലെ ഡോക്ടറാണ്, എല്ലാവരും അംഗീകരിക്കുന്ന ഡോക്ടറാണ്. പക്ഷെ അദ്ദേഹം ചികിത്സയത്തില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ മനോഗതിയിൽ മാറ്റം വന്നു, മനോതലത്തിൽ മാറ്റം വന്നു. എത്ര ക്വാളിറ്റി ഉണ്ടായിട്ടും എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും അദ്ദേഹത്തിന്റെ മനോതലം മാറുമ്പോൾ ഇത് കംപ്ലീറ്റ് മാറും. അതാണ് ആറ്റിറ്റ്യൂഡ്, മനോതലം മാറുന്നത്, മനോഭാവം മാറുകയാണ്. അപ്പോൾ സുരേഷ് സാറിന് അറിയാം ഡോക്ടറിനെ പറ്റി, ഇപ്പൊ ചെയ്യുന്നുണ്ട്, പ്രായമായിട്ട് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അതും ഈ ഒരു ആറ്റിറ്റ്യൂഡിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നാളെ എനിക്ക് സംഭവിച്ചാൽ നിങ്ങൾക്ക് സംഭവിച്ചാൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇത് ഏറ്റവും മൂല്യവത്തായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് പണം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അത് ഉചിതമായ പണം നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഗുണമുണ്ടാകും. അതുപോലെ ബയോട്ടോറിയം നല്ല ഉചിതമായ പ്രൊഡക്റ്റാണ്. അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള ശോഷണം ഉണ്ടാവില്ല. അതുപോലെ നിരവധി കാര്യങ്ങളുണ്ട്, വിസിബിളും ഇൻവിസിബിളായിട്ട് ചിന്തിക്കേണ്ടത്. നമ്മളെ കാണുന്ന ബോഡീന്റെ ഏറ്റവും അടിസ്ഥാനം നമ്മുടെ ജീവശക്തി ആക്റ്റീവായ പ്രവൃത്തി ചെയ്ത് മനോതലം മാറ്റുമ്പോൾ നമ്മൾ ശരിയായിക്കോളും. പിന്നെ അക്യുപഞ്ചറിനെ പറ്റി എന്തെങ്കിലും എനിക്ക് പൂർണ്ണമായിട്ടും അവതരിപ്പിക്കാൻ പറ്റിയില്ല, ക്ഷമിക്കണം. ഇനിയൊരു ക്ലാസ് ഞാൻ ബാക്കി കൂടി പറയും. പിന്നെ നിങ്ങൾക്ക് അക്യുപഞ്ചറിനെ പറ്റി ഞാൻ ചെറിയൊരു കാര്യം പറയാണ്ടിക്ക് പറയാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംസാരിക്കാൻ ഞങ്ങൾ ചെയ്യാം. ഓക്കെ, അക്യുപഞ്ചറിനെ പറ്റി പറയാം. പറഞ്ഞോളൂ സാറേ, സമയമുണ്ട്. അപ്പൊ നമ്മൾക്ക് 6 തല ഊർജങ്ങളാണ് ശരീരത്തിന്റെ: വിൻഡ്, ഹീറ്റ്, ഹോട്ട്, ഹ്യൂമിഡിറ്റി, ഡ്രൈനസ്, കോൾനെസ്, ഡാർക്ക്നെസ്, മരണം. 6 സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. വിൻഡ്, ഹീറ്റ്, ഹോട്ട്, ഹ്യൂമിഡിറ്റി, ഡ്രൈനസ്, കോൾനെസ്. അതായത് വിൻഡ് എന്ന് പറയുമ്പോൾ വിൻഡ് കൺട്രോൾ ചെയ്യുന്നത് 2 ഓർഗനുകളാണ്. ഒന്ന് പിത്താശയം, ഒന്ന് ലിവറും. പിത്താശയം, ലിവറും വിൻഡ്. ഹീറ്റ് കൺട്രോൾ ചെയ്യുന്നത് ചെറുകുടലും ഹാർട്ടുമാണ്. ഹോട്ട്നെസ് കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിന്, സ്പൈനൽ കോഡ്. എഴുതുന്നുണ്ട് ആരെങ്കിലും? ഹലോ, ചിലരൊക്കെ എഴുതുന്നുണ്ട് സാറേ, ചിലരൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ ആയിട്ട് ലൈവായിട്ട്. ഹ്യൂമിഡിറ്റി അരക്കെട്ടാണ് ഹ്യൂമിഡിറ്റി. ഡ്രൈനസ് ആണ് മുട്ടുകൾ. ആങ്കിൾ ജോയിന്റ് വാട്ടർ എലമെന്റ് ആണ്, കോൾഡ് എനർജി. അപ്പൊ ഇതിലെന്താ വെച്ചാൽ നമ്മളെ റിസ്റ്റ് ആണ് ഹോട്ട് എനർജിന്റെ ഭാഗം. ഹോട്ട് എനർജി മീൻസ് ബ്രെയിന്, സ്പൈനൽ കോഡാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഈ ബ്രെയിന്, സ്പൈനൽ കോഡ് എന്ന് പറയുമ്പോൾ ബ്രെയിനിലാണ് ട്യൂമറുകൾ ഫോം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ട്യൂമർ, ഓവറിയൻ സിസ്റ്റ്, ഇതൊക്കെ ഫോം ചെയ്യുന്നത് ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ അവിടെയല്ല, അതിന്റെ ഇൻവിസിബിൾ ആയിരിക്കുന്നത് ഉള്ളിലാണ്. അതായത് ബ്രെയിനാണ് അതിന്റെ കൺട്രോളർ. അതുപോലെ ഫൈബ്രോയിഡ്, പാർക്കിൻസൺസ്, ഇതൊക്കെ ഉണ്ടാകുന്നത് സ്പൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് ലെഫ്റ്റിലാണ് ഉണ്ടാകുക. ഓക്കെ, അതുപോലെ റൈറ്റ് ഹാൻഡിലാണ് നമ്മുടെ ഹാർട്ടിന്റെ എൽബോയിലാണ് ഹാർട്ടിന്റെ കറസ്പോണ്ടൻസ് റൈറ്റ് എൽബോ. എല്ലാവിധ ഹൈ ക്വാളിറ്റി, അതായത് ഹൈപ്പർ ആക്ടിവിറ്റീസ്, ഹൈപ്പർ തൈറോയിഡ്, ഹൈപ്പർ ഗ്ലൈസീമിയ, ഷുഗർ, അതുപോലെ BP, ഇതൊക്കെ ഹാർട്ടുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. എല്ലാവിധ ഹൈയും ബ്ലഡിൽ കാണുന്ന എല്ലാവിധ ഹൈ റിസൾട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഹാർട്ടാണ് അതിന്റെ കാരണം. ഹാർട്ടും ചെറുകുടൽ നേരെ ഇടതുവശമാണ്, ലെഫ്റ്റ് വശമാണ് ഹെഡ്രോ ചാനൽ ഉണ്ടാകുക. അതുപോലെ ഷോൾഡർ, വലത്തെ ഷോൾഡർ ലിവറിന്റെ കറസ്പോണ്ടൻസ് ആണ് വിൻഡിന്റെ.
ഇടത്തെ ഷോൾഡർ ഗോൾ ബ്ലാഡർ ആണ്. അരക്കെട്ടാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. നമ്മൾ നേരത്തെ പറഞ്ഞ ബിൽഡിങ്ങിന്റെ ബേസ്മെന്റ്, അതായത് ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷന് പകരം നമ്മുടെ ശരീരത്തിൽ അരക്കെട്ടാണ് ഏറ്റവും പ്രധാനം. അരക്കെട്ടിൽ ഉണ്ടാകുന്ന വേദനകൾ നമ്മൾ ഒരു സീരിയസ് അസുഖത്തിലേക്കാണ് ഒരു വ്യക്തി പോവുക. അരക്കെട്ടിൽ അരക്കെട്ടിൽ സ്ഥിതി ചെയ്യുന്നത് സ്റ്റൊമക്ക് സ്പ്ലീനാണ്. ഇപ്പൊ നടുവേനൊക്കെ പറഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ ഡിസ്ക് തേയ്മാനം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഹ്യൂമിഡിറ്റി സോണിൽ നടക്കുന്ന വ്യതിയാനങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അന്നേരം അത് സുഖം പ്രാപിക്കുള്ളൂ. ക്യാൻസർ ഒക്കെ വരുന്നത് മെയിനായിട്ട് ആരും ഭയപ്പെടുന്നു വേണ്ട, എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ല. അരക്കെട്ട് വരുമെന്ന്. കാരണം അരക്കെട്ടാണ് നമ്മളെ ഫൗണ്ടേഷൻ, നമ്മുടെ ബോഡീന്റെ ഫൗണ്ടേഷൻ അരക്കെട്ടാണ്. ഈ അരക്കെട്ട് അപ്പോൾ ഫ്ലെക്സിബിലിറ്റി ആകാൻ വേണ്ടി ശ്രമിക്കണം എല്ലാവരും. അപ്പൊ അതിനകത്ത് ഊർജം കെട്ടിക്കിടക്കൂല അവിടെ. അപ്പൊ നടക്കുമ്പോ, ഓടുമ്പോ, ഉറങ്ങുമ്പോ കാലിന്റെ വ്യായാമങ്ങളൊക്കെ ഇതിന് വളരെ ഗുണം ചെയ്യും. അതുപോലെ അമിതമായിട്ട് അസമയത്ത് കഴിക്കുന്ന ആഹാരങ്ങള്, മാംസാഹാരം കഴിക്കാൻ പറ്റാത്ത കുറെ ആളുകളുണ്ട്. ഉള്ളിലായിട്ട് കോൾഡ് എനർജി ലെവൽ മാംസം കഴിക്കരുത്. കാരണം ഒരു ജീവി ചത്തു കഴിഞ്ഞാലും ഒരു ജീവി മരണം സംഭവിച്ചാൽ അതിന്റെ മൃതശരീരം ഭയങ്കര ഐസ് ഫ്രീസ് ആയിട്ടുണ്ടാവും, ഭയങ്കര കോൾഡ് ആയിരിക്കും. ഈ കോൾഡാണ് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നത്. ഏത് ജീവി ചത്താലും, അതായത് മീൻ ചത്താലും, കോഴി ചത്താലും, ആട് ചത്താലും, മനുഷ്യൻ ചത്താലും ഒക്കെ ശവം തന്നെയാണ്. അപ്പൊ അത് ഒരു തരത്തിലുള്ള ആൾക്കാർക്ക് കഴിക്കാനേ പാടില്ല. രണ്ടു തരത്തിലാണ് കഴിക്കാൻ പാടില്ല. ഒരു തരത്തിലുള്ള തീരെ കഴിക്കാൻ പാടില്ല. കഴിച്ചെങ്കിൽ അവർക്ക് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവർക്ക് മാരക രോഗങ്ങൾ പിടികൊടുക്കും. അല്ലാതെ അവർക്ക് കഴിക്കാം. അങ്ങനെ 4 തരത്തിൽ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ, അതായത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ഡിസ്ട്രിബ്യൂട്ടറും നമ്മളെ കാണുമ്പോൾ ഫിസിക്കലായിട്ട് നമ്മളെ മെന്റലായിട്ടും ഒക്കെ ആക്റ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ഹെൽത്തി ആയിരിക്കണം. എങ്കിലാണ് മറ്റവരത് അംഗീകരിക്കുള്ളൂ, മുഖവിലേക്ക് എടുക്കുള്ളൂ. നമ്മൾ ശീലിക്കുമ്പോൾ അത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവർ സ്വീകരിക്കും. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ നമ്മളതായി മാറുമ്പോൾ. അതുകൊണ്ട് ഇതൊക്കെ മാറ്റിയെടുക്കണം. അതൊക്കെ നേരിൽ ഡയഗ്നോസ് ചെയ്താലേ പറയാൻ പറ്റും ഓരോ ബോഡി എങ്ങനെയാണെന്നിട്ട് പറഞ്ഞിട്ട് അവരത് ശീലിക്കേണ്ടതായിട്ട് ആവശ്യകതയുണ്ട്. പിന്നെ ഇത് കെട്ടുമ്പോൾ അതുപോലെ റിസ്റ്റ് ബാൻഡ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കെട്ടിക്കൊടുക്കുക. പിന്നെ മുട്ട് ഡ്രൈനസ് എനർജിയാണ്. മുട്ടുവേദനക്ക് ഒരിക്കലും മുട്ടിന്റെ പ്രശ്നമല്ല. നമ്മളെ കൈ കാലുകൾ 4 എക്സ്ട്രിമിറ്റീസ് ആണ്, ഉപകരണങ്ങളാണ്. ശരീരത്തിന്റെ 4 ഉപകരണങ്ങളാണ് 4 എക്സ്ട്രിമിറ്റീസ്. അതായത് ഇരപിടിക്കാനും സഞ്ചരിക്കാനും പ്രതിരോധിക്കാനും എല്ലാത്തിനും കൈകാലുകളാണ് ഉണ്ടായിരുന്നത്. അതിന് ഒരു അസുഖം വരുന്നുണ്ടെങ്കിൽ ഇന്റേണൽ ഓർഗന്റെ പ്രശ്നമായിരിക്കും. അപ്പൊ അവിടെ അതിനെ ട്രീറ്റ് ചെയ്യണം. ഇന്റേണൽ ഓർഗൻ ഏതാന്ന് നോക്കിയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ അത് മാറും. ഇതൊക്കെ ബയോടൂറിസത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന മാർഗങ്ങളാണ്. നമുക്കത് ചെയ്യാം. അവനവന് ചെയ്തിട്ട് അനുഭവം വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഓരോ ദിവസം മാർക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഇടത് മുട്ടിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു 70% 80% വൻകുടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇടത് മുട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും റെഡ് മീറ്റ് കഴിക്കാൻ പാടില്ല. അതുപോലെ പിന്നെ ഫൈബർ അടങ്ങിയിരിക്കുന്ന ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. അന്നേരം ഇടത് മുട്ടിന്റെ സർവ്വമാന വിഷയങ്ങളും അവിടെ പരിഹരിക്കപ്പെടുന്നില്ലാന്ന് പറയുന്നത്. അതുപോലെ ശ്വാസകോശത്തിന് സ്കിന്നിൽ പ്രശ്നം ഉണ്ടാകുന്നത് അവരൊക്കെ വലത് മുട്ടാന്ന് ഫോക്കസ് ചെയ്തിട്ട് ബാൻഡ് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ ലൂസ് മോഷൻ നമ്മൾ ഇടത്തെ ആംഗിളിന് ഈ റിസ്റ്റ് ബാൻഡ് ചുറ്റി കൊടുത്താൽ ലൂസ് മോഷൻ നിൽക്കും. മാത്രമല്ല ഈ മറ്റേ ഇതുണ്ടല്ലോ, രാത്രിയിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, വലിയവർക്ക്, അതൊക്കെ ഇടത് ആംഗിളിൽ കെട്ടി നിൽക്കുന്നതായിരിക്കും. വലത് ആംഗിള് കിഡ്നീന്റെ ഫംഗ്ഷനാണ്. കിഡ്നി സ്റ്റോണ്, അതുപോലെ കിഡ്നി സ്ട്രിങ്കിങ്, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വലത് ആംഗിളിൽ കെട്ടിയാൽ സുഖം പ്രാപിക്കുന്നത്. ഇടതും ഉപയോഗിക്കാം. പ്രയോറിറ്റി ഇതിലാണ് വലതിനുണ്ടാകുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് വളരെ സുന്ദരമായിട്ട് ഈ പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ലാണ്. നമ്മളൊരിക്കലും വിറ്റഴിക്കാന്നതിന് ഉപരി ഇതൊരു എന്താ പറയാ, ഇതൊരു പാലിയേറ്റീവായിട്ട്, അല്ലെങ്കിൽ ഒരു സഹായം എന്ന് വെറുതെ കൊടുക്കാനല്ല പറയുന്നത്, ഒരു രോഗീന്റെ ആശ്രയമായിട്ട് ഇത് കൊടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. പിന്നെ പറഞ്ഞ പിന്നെ ഇതുപോലെ നഖം, എല്ല്, പല്ല്, ശബ്ദം, നെയില്, ടീത്ത്, ബോണ്, ത്രോട്ട്, വോയിസ്, വോക്കൽ കോഡ്, ഹെയർ ഓൺ ഹെഡ്, കൺട്രോൾ ബൈ വാട്ടർ എലമെന്റ്. ഇത് വാട്ടർ എലമെന്റ് ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തിന്റെ പ്രത്യേകത വെച്ചാൽ വാട്ടർ എലമെന്റിന്റെ ഓർഗൻ കിഡ്നി ആൻഡ് യൂറിൻ ബ്ലഡറാണ്. ഈ തലയിൽ എന്താണെന്ന് വെച്ചാൽ മുടി കൊഴിയാതിരിക്കില്ല, മുടി വളരില്ല, ഒന്നുമില്ല. അത് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ കിഡ്നി ആൻഡ് യൂറിൻ ബ്ലഡർ. ഇവിടെ രണ്ടിടയ്ക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത് സംഭവിക്കുക. അതുപോലെ തന്നെ നമുക്ക് ആക്സിഡന്റ് എന്നൊരു സംഭവമേ ഇല്ലെന്നാണ് അക്യുപഞ്ചറിൽ പറയുന്നത്. എന്ന് വെച്ചാൽ
എല്ലാം ഡെലിബറേറ്റ്ലി ആണ് കണക്ക് കൂട്ടി കരുതി കൂട്ടി ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫൗണ്ടേഷൻ, മനോഗതത്തിന്റെ മാറ്റം. അപ്പൊ അതിന് എല്ല് പൊട്ടാനുള്ള സാധ്യത ഒക്കെ യൂറിൻ ബ്ലാഡറുമായിട്ട് മിസ്റ്റേക്ക് ഇല്ല ആൾക്കാർക്കാണ് എല്ല് പൊട്ടുക. അതിന് എല്ല് പൊട്ടാൻ ആക്സിഡന്റ് ആയിട്ട് നമ്മൾ വീണിട്ടാന്ന് പറയാൻ വീഴാനൊരു കാരണം ഉണ്ടാവും. ആ കാരണത്തെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത്. അപ്പോൾ അത് ഉൾപ്പെടെ ഇങ്ങനെയാണ് ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ. പിന്നെന്താ വെറുതെ പറയണ്ട. അപ്പൊ മുടി വളരണ്ടെങ്കിൽ ഇതന്നെ ഈ ആംഗിൾ ജോയിന്റിന് 2 ആംഗിൾ ജോയിന്റിനും ലോങ് റിസ്റ്റ് വണ്ടിക്കൊണ്ട് 2 വാങ്ങി വെക്കുക. 2 ആംഗിൾ ജോയിന്റിനും ചുറ്റുക. വാട്ടർ പാഡ് ഉപയോഗിച്ച് വെള്ളം കുടിക്കുക. ഇതിൻ്റെ അകത്ത് സുന്ദരമായിട്ട് സുഖമായിക്കോളും. ഒരു ഗ്ലാസ് കൂടാതെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുകയാണെങ്കിൽ ഈ മുടി കൊഴിച്ചിൽ പരിപൂർണമായിട്ട് നിൽക്കുന്നതായിരിക്കും. പരിപൂർണമായിട്ട് നിൽക്കും. അതുപോലെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡിസീസ്, ഫിഷർ ഇപ്പൊ പൈൽസിന് ഹെമറൈഡ്സ് എന്ന് പറഞ്ഞാൽ 4 തരത്തിൽ പറയുന്നുണ്ട്. ഫിഷർ, അതുപോലെ റെക്ടൽ ഡിസോർഡർ, അല്ലെ, ബ്ലീഡിങ് പൈൽസ്, ഇതൊക്കെ വ്യത്യസ്ത തരത്തിലാണ് അത് അങ്ങനെ ചെയ്യുന്നത്. അതായത് റെക്ടൽ ഡിസോർഡർ ആകുന്നതിന് രക്തത്തിന്റെ കൺട്രോളിൽ കിഡ്നി, അതുപോലെ ഫിഷറിന് ശ്വാസകോശം, വലതുകാലിന്റെ മുട്ടലാണ് കിട്ടുന്നത് ഫിഷർ ആണെങ്കിൽ. അതുപോലെ ബ്ലീഡിങ് പൈൽസിന് സ്മോൾ ഇൻറ്റസ്റ്റൈനാണ്, അവിടെയാണ് അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഇത് മാറും. ഇത് അറിഞ്ഞ് ഇത് ചെയ്യുമ്പോൾ വളരെ വളരെ സക്സസ് ആയിരിക്കും ഈ ബയോഡോർ എന്നുള്ള പ്രോഡക്റ്റ്. അതിനും കൂടെ അതിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതുപോലെ ആദ്യമായിട്ട് എന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് സുരേഷ് സാറാണ്. സുരേഷ് ബാബു മട്ടന്നൂർ, അദ്ദേഹമാണ് കൊണ്ടുവന്നതിന്. അദ്ദേഹത്തിന് മുമ്പേ എൻ്റെ സുഹൃത്തായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ സ്ഥാപനത്തിൽ കണ്ടിട്ടില്ലേനു. അപ്പൊ അദ്ദേഹത്തിന് എൻ്റെ വിനീതമായ നന്ദി രേഖപ്പെടുത്തുന്നു. വണക്കം, എന്നെ ഇതിനകത്ത് ക്ഷണിച്ചതിന്. ഞാൻ ഇതിനകത്ത് വന്നിട്ട് പറഞ്ഞു. ഞാൻ കാര്യമായിട്ട് ടീമൊന്നും എനിക്കില്ല, പക്ഷെ അതിനൊന്നും ആകുലതൊന്നുമില്ല, ഒരു പ്രശ്നമൊന്നുമില്ല. ആവശ്യക്കാരൻ വാങ്ങട്ടെ, ഇല്ലാതെ വാങ്ങണ്ട. ഉപയോഗിക്കാൻ യോഗ്യതയില്ല ആളാണ് വാങ്ങുക. പിന്നെന്താ വേറെ പറയണ്ട. അപ്പൊ ഡ്രൈനസ് ബാധിക്കറിയാം നമുക്ക്. ഡ്രൈനസ് ഒരു പ്രധാന ഘടകമാണ്. ഡ്രൈനസ് ചില ആളുകളെ കൈകൾ കാണാൻ പരിപായിട്ടുണ്ടാവും. വെള്ളത്തിന്റെ കുറവ് മാത്രമല്ല, വെള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ വെള്ളമല്ല, അതിന്റെ ഏറ്റവും പ്രധാനം അന്തരീക്ഷത്തിലുണ്ടാകുന്ന പ്രപഞ്ചത്തിന്റെ ജലമാണ് അവിടെ ആവശ്യം. പ്രപഞ്ചത്തിന്റെ അഗ്നിയാണ്. ഓക്കെ. അത് വൻകുടലിന്റെ പ്രശ്നമാണ്. ഇപ്പോഴും വൻകുടലാണ് അവിടെ പ്രശ്നക്കാരൻ. ലോ BP വൻകുടലാണ്. എല്ലാ ഹൈപ്പോ ആക്ടിവിറ്റീസും വൻകുടലാണ് അതിന്റെ കാരണക്കാരൻ. കാരണം എന്ന് വെച്ചാൽ നടക്കുന്ന അവിടെയാണ്. എന്തോ പറഞ്ഞു കേക്കാവോ സാറേ? ഒരു മുടി കൊഴിച്ചിലിന്റെ കാര്യം ആരോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒന്നുകൂടെ പറയാവോ? പറയാം. മുടി കൊഴിച്ചിലിന് അതായത് ശ്രദ്ധിച്ചു കേൾക്കാം. നഖം, പല്ല്, എല്ല്, നഖം, പല്ല്, എല്ല്, തൊണ്ട, ശബ്ദം, വോക്കൽ കോഡ്, അതായത് ശബ്ദത്തിന്റെ നാളി. പിന്നെ തലയിലെ മുടി കൺട്രോൾ ചെയ്യുന്നത് വാട്ടർ എലമെന്റ് ആണ്. വാട്ടർ എലമെന്റ് എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളിൽ വാട്ടർ എലമെന്റ് ആണ് ചെയ്യുന്നത്. അതിന് ആംഗിൾ ജോയിന്റിലാണ് കെട്ടേണ്ടത്. കാലിന്റെ ആംഗിളിൽ അറിയില്ല, കാലിന്റെ ആംഗിൾ എന്ന് അറിയില്ല. കാൽപാദവും കാലുമായിട്ട് ജോയിന്റ് ചെയ്യുന്ന ആ ആംഗിളിലാണ് ചുറ്റേണ്ടത്. കെട്ടിക്കൊടുക്കുക. വാട്ടർ പാഡിൽ ചുറ്റിയ വെള്ളം കുടിക്കുക. അപ്പോൾ മുടി തീരെ കൊഴിയില്ല, ലവലേശം കൊഴിയില്ല, പൂർണ്ണമായിട്ടും നിൽക്കുന്നതായിരിക്കും. മുടി കൊഴിച്ചിലും അത് തന്നെ ഉണ്ട്. ചിലർക്ക് വട്ടച്ചൊരു പോലെ അവിടെയായിട്ട് മുടി കൊഴിയുന്ന കാണാം. അതിനൊക്കെ ഇത് പരിഹാരമാണ്. ഇങ്ങനെ ചെയ്യാം. നല്ല റിസൾട്ട് ആയിരിക്കും. നല്ല റിസൾട്ട് പൂർണ്ണമായിട്ട് മാറും. പിന്നെ ആഹാരത്തിൻ്റെ അകത്തും അവർ ശ്രദ്ധിക്കണം. ആഹാരം ഉപ്പ് അധികം കഴിക്കരുത്. മുടി കൊഴിയുന്നവർ ഉപ്പ് കഴിക്കരുത്. പരിപൂർണ്ണമായിട്ട് ഉപ്പ് ഒഴിവാക്കാൻ പറ്റുന്നത് ബെസ്റ്റാണ്. മുടി ഫുള്ളാവും. മനസ്സിലായിനോ? ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. അപ്പോൾ അതുപോലെ വൻകുടലിൽ മോണവീക്കം ഉണ്ടാകുന്നെങ്കിൽ വൻകുടലാണ് കാരണം. മോണവീക്കത്തിന് വൻകുടലാണ് കാരണം. മോണ വീങ്ങിയിട്ട് ചില പല്ലൊക്കെ നീണ്ടിങ്ങനെ വന്നിട്ടുണ്ടാവും. ഇത് വൻകുടലാണ് അവിടെ ട്രീറ്റ് ചെയ്യേണ്ടത്. നല്ലത് സുഖം. ഇതിനൊക്കെ കറസ്പോണ്ടൻസ് പ്ലേസ് ഉണ്ട്. നമുക്ക് ഈ ബാൻഡ് ആഡ് ചെയ്ത് കൊടുത്താൽ സുഖം പ്രാപിക്കുന്നതായിരിക്കും. പറഞ്ഞെന്താ? അപ്പൊ നമുക്കെല്ലാവർക്കും ഇതിനകത്തൊരു മാറ്റം വന്നുകൊണ്ട്, നമ്മളെ മനോഭാവത്തിലെ മാറ്റം വന്നുകൊണ്ട് എല്ലാവർക്കും ഒരുമയായിട്ട് പോകാമെന്നില്ലെന്ന് എനിക്കിവിടെ പറയുന്നത്. തൽക്കാലം ഞാൻ നിർത്തുന്ന. താങ്ക് യു സാർ. താങ്ക് യു. വളരെ നന്നായില്ല എന്ന് എനിക്കറിയാം. ചെറിയ മിസ്റ്റേക്കുകൾ റെഡിയൊക്കെ പറ്റിപ്പോയി. പെട്ടെന്ന് അറേഞ്ച് ചെയ്ത പരിപാടിയാണ് ഉണ്ടായിരിക്കും. കുഴപ്പമില്ല, പഠിച്ചിട്ട് രണ്ടാമത് അവതരിപ്പിക്കാം. ഓക്കെ. അത് ഈ മേഖലയില് പിന്നെ വളരെ നന്നായില്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ മേഖലയില് വളരെ അറിവുള്ള ഒരാൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിലാണ് നമുക്കത് നന്നാകാണ്ടാവുള്ളൂ.
ഓരോ ദിവസവും ഓരോ ക്ലാസ്സുകളും വെറൈറ്റിയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം സുധാകർ സാറ് നമുക്ക് നമ്മുടെ മനോഭാവം, നമ്മുടെ സ്വഭാവം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതിനെ കറക്റ്റ് ചെയ്യാനും അതോടൊപ്പം നമ്മുടെ പ്രൊഡക്റ്റുകളുടെ ഉപയോഗക്രമം ഓരോ പാർട്സുകൾക്കും ഓരോ രോഗങ്ങൾക്കും ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന് വളരെ വ്യക്തമായി നമുക്കിവിടെ ഒരു അവയർനെസ് തന്നു. ഇനിയും വരുന്ന ആളുകളിലും സുധാകർ സാറിന്റെ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് ഒരു പ്രചോദനമായി മാറട്ടെ. നമുക്ക് ഓരോരുത്തർക്കും അതിന് അവസരം സുധാകർ സാർ നമുക്ക് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ഒരു 1 ഡേ ക്ലാസ് സാറിന്റെ നമുക്ക് ഒരു മെയിൻ ഏരിയയിൽ നമ്മളെല്ലാ ലീഡേഴ്സും കൂടെ പങ്കെടുക്കുന്ന ഇന്നത്തെ ദിവസം സാറിന് KBCയുടെ പേരിലും നമ്മൾ ബയോപില്ലേഴ്സ് ഉൾക്ക ടീമിന്റെ പേരും ബിഗ് സല്യൂട്ട് നൽകുന്നു. താങ്ക് യു അപ്പോ നമുക്ക് സമയം 6:52 കൺക്ലൂഡിംഗ് സെക്ഷനിലേക്ക് കടക്കാം. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കേരളത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടി, അത് 1 to 1 ആയി പറഞ്ഞ് 10 മാസം കൊണ്ട് 1 കോടി രൂപ മേടിച്ച് ആ ഒരു പ്രചോദനമായി ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ഓരോ ദിവസവും ഒരു കേട്ടില്ലെങ്കിൽ നമുക്കൊരു പ്രയാസമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ ഒരു വെർച്വൽ സ്ക്രീൻ ഉണ്ടായി. ആ സ്ക്രീനിൽ എല്ലാ ദിവസവും നമുക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടായി. അദ്ദേഹം വളരെ സ്നേഹത്തോടെ ഏതൊരാള് വിളിച്ചാലും ഏതൊരാള് എന്ത് ചോദിച്ചാലും അതിന് കറക്റ്റായും വ്യക്തമായും മറുപടി നൽകുന്ന വളരെ എളിമയോടുകൂടി ഏത് ഒരു സഹോദര തുല്യനായി നമ്മളോടൊപ്പം എന്നും നിലകൊള്ളുന്ന മനോജ് സാറെ വളരെ വിനീതമായി ഈ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടു കൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ സാർ, ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബിജു സാർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സുധാകരൻ സാറാണ് സബ്ജക്റ്റ് കൈകാര്യം ചെയ്തത്. എൻ്റയർലി ഡിഫറൻ്റ് ആയ ഒരു രീതിയിലാണ് അദ്ദേഹം ഇവിടെ ഇന്ന് സംസാരിച്ചത്. എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം സുധാകരൻ സാറിനെ വിളിച്ചു. സാറിൻ്റെ ഒരു പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ശനിയാഴ്ച ചെയ്യാമെന്ന് സാറ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം, സാറ് ഭയങ്കര തിരക്കുള്ള ഒരു ഹീലറാണ്. പല സ്ഥലങ്ങളിലും ക്ലിനിക്കുകൾ ഇട്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ ശനിയാഴ്ചയാണെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്നത്തെ പ്രോഗ്രാം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സുധാകരൻ സാറെ ഏറ്റെടുത്തത്. ഒരുപക്ഷെ നമ്മൾ ഇതുവരെയും കേട്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇന്നത്തെ സബ്ജക്റ്റ് അദ്ദേഹം അവതരിപ്പിച്ചത്. അദ്ദേഹത്തിനോടുള്ള നന്ദിയും കടപ്പാടും ആദരവും ബഹുമാനവും സ്നേഹവും എല്ലാം ഓരോരുത്തർക്കും വേണ്ടി, ഈ ടീമിന് വേണ്ടി ഈ അവസരത്തിൽ ഞാൻ സാറിന് നേരുകയാണ്. സാറ് ജസ്റ്റ് ഒരു തുടക്കക്കാരനാണ് ഇതിനകത്ത്. സാറിന്റെ ആ പ്രഭാഷണത്തിൽ നമുക്കെല്ലാം മനസ്സിലായി കാണും. സാർ ഒരു അവയർനെസ് ബോണസ് അടിക്കാനോ ഒരു ഫാമിലി ബോണസ് അടിക്കാനോ 1 വർഷം കൊണ്ട് 1 കോടി അടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി വന്ന മഹാവ്യക്തിയല്ല അദ്ദേഹം. അദ്ദേഹം പറഞ്ഞ വളരെ പോയിന്റാണ്, കറക്റ്റാണത്. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മളെ ജീവിതത്തിലേക്ക് വിജയിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലേക്ക് പറഞ്ഞാൽ മനോഭാവം അല്ലെ. മനസ്സിന് പലതരത്തിലുള്ള ഭാവങ്ങളുണ്ടാവും, ഭാവഭേദങ്ങളുണ്ടാവും അല്ലെ. ആ മനസ്സിനുണ്ടാകുന്ന ഭാവഭേദങ്ങളാണ് നമ്മളെ പലതാക്കി മാറ്റുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ സുധാകരൻ സാറ് സൂചിപ്പിച്ചത്. വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും കാണാത്തതുമായ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട്. ആ പ്രപഞ്ച ശക്തിയാണ് നമ്മുടെ മനോഭാവത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ മാഗ്നറ്റിക് എനർജി, നമ്മുടെ ഫീൽഡിലേക്ക് വന്ന മാഗ്നറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. വായുവിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, വെള്ളത്തെ കാണാം അല്ലെ. വെള്ളത്തിന്റെ ആകൃതി എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സയൻസിൽ അല്ലെ. ഒരു കുപ്പിയിൽ ഒഴിച്ചാൽ കുപ്പിയുടെ ആകൃതിയാണ്, ഗ്ലാസ്സിൽ ഒഴിച്ചാൽ ഗ്ലാസിന്റെ ആകൃതിയാണ് അല്ലെ, ഒരു പാത്രത്തിൽ ഒഴിച്ചാൽ പാത്രത്തിന്റെ ആകൃതിയാണ്. അതുപോലെ തന്നെയാണ് പലതും. അപ്പൊ ഇവിടെ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ഉണ്ട്. വായുവിനെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അനുഭവിക്കാൻ പറ്റും അല്ലെ. കാറ്റ് നമ്മൾ കൊള്ളാറുണ്ട് അല്ലെ. മാഗ്നറ്റ് എനർജി നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ മാഗ്നറ്റ് എനർജിയുടെ പവർ, ആ
ഇൻവിസിബിൾ ആയ അതിന്റെ പവർ നമുക്ക് എന്താകുന്നു, അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ ആരും ദൈവത്തെ കണ്ടിട്ടില്ല, എല്ലാവരും ഈശ്വര വിശ്വാസികളാണ്, ഇല്ലേ? ഒരാളും രാമനെയും കണ്ടിട്ടില്ല, കൃഷ്ണനെയും കണ്ടിട്ടില്ല, ജീസസിനെയും കണ്ടിട്ടില്ല. പടങ്ങൾ കുറെ വരച്ചു വെച്ചിട്ടുണ്ട്. ആരോ വരച്ച ഒരു പടം, ഇതാണ് ജീസസ് എന്ന് പണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? ഒരു താടിയൊക്കെ വെച്ചിട്ട് അതാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലേ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ ആ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മളെ മനോഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു, അല്ലെ? വിശ്വസിക്കുന്നതിനനുസരിച്ച് നമുക്കൊരു പവർ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ബോഡിയിലേക്ക് വരികയും നമ്മുടെ ചിന്ത, അതായത് മനോഭാവത്തിൽ മാറ്റമുണ്ടാക്കുകയും അത് കൂടുതൽ പ്രചോദനം നമുക്ക് നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇൻവിസിബിൾ ആയ ഒരു ശക്തിയുടെ പ്രത്യേകതയാണ് ഞാൻ ഈ പറയുന്നത്, അല്ലെ? അപ്പോൾ വിസിബിൾ ആയതിന്റെ വേറെ ലെവലുണ്ട്. അത് ഞാനിപ്പോഴേക്കൊന്നും പോകുന്നില്ല. എന്തായാലും സുധാകരൻ സാറ് എല്ലാം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു. ഞാനത് ജസ്റ്റ് ഒന്ന് എടുത്തു പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സുധാകരൻ സാറ് പറഞ്ഞത് ഞാനൊന്ന് എടുത്തു പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ അദ്ദേഹം ഫോക്കസ് ചെയ്തൊരു കാര്യം, നമ്മൾ 10 നിലയുള്ള നമ്മളെ മുംബൈ ഓഫീസിൽ ഇരുന്നപ്പോ, അല്ലെ, ഇന്ത്യയിലെ ബുർജ് ഖലീഫ എന്നറിയപ്പെടുന്ന ബിൽഡിംഗ് കണ്ടിട്ടുണ്ടല്ലേ? ബുർജ് ഖലീഫയിലും നമുക്ക് എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. അതൊക്കെ പറ്റും, നമുക്ക് ട്രിപ്പൊക്കെ വെക്കാം ലോകത്തിന്റെ ഓരോ രാജ്യങ്ങളിലേക്കും. എന്റെ പണി ഇനി പ്ലാനിങ് അതാണ്. 2 വർഷം കൂടെ കഴിഞ്ഞാൽ ഞാൻ കുടുംബസമേതം പോകും. എന്റെ കൂട്ടത്തിൽ വരുന്ന ആൾക്കും വരാട്ടെ, ഞാനും വരുന്നുണ്ട് സാറേ എന്ന് പറഞ്ഞാൽ വരാം. അതിനെന്ത് വേണം? അക്കൗണ്ടിൽ കുറെ പൂജ്യങ്ങൾ ഉണ്ടാകണം. മനസ്സിലായ? യൂറോപ്പിലും കാനഡയിലും ഓസ്ട്രേലിയയും ബുർജ് ഖലീഫയും നയാഗ്ര വെള്ളച്ചാട്ടവും, ഇല്ലേ, ലണ്ടനിലെ ബ്രിഡ്ജും, നമ്മുടെ, ഇല്ലേ, അങ്ങനെ പല സ്ഥലങ്ങളും കാണുക. നമ്മുടെ അക്കൗണ്ടിൽ കുറെ പൂജ്യങ്ങൾ ഉണ്ടാകണം. ഇപ്പോൾ ഉള്ള പൂജ്യം മാത്രം പോരാ എന്റെ സലീംക്ക, ആ പൂജ്യത്തിന്റെ മുമ്പിൽ ഒരു ഒന്നുകൂടെ ഉണ്ടാവണം. മനസ്സിലായ? എല്ലാരും അക്കൗണ്ടിൽ ഇപ്പൊ പൂജ്യമുണ്ട്, ഇല്ല? ATM കൊണ്ട് കുത്തി നോക്കുക വല്ലതും ഉണ്ടോ എന്ന്, ബാലൻസ് അറിയില്ല. അപ്പോ കുറെ പൂജ്യങ്ങൾ നിങ്ങൾക്ക് അക്കൗണ്ടിൽ ചേർത്താൻ പറ്റിയാൽ ഇനി ബാക്കിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയല്ലേ ഉള്ളൂ. ഈ ലോകം മുഴുവൻ കാണണം, അല്ലെ? ട്രംപൊക്കെ കളിക്കുന്നതാണ് നികുതി ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു സാധനം അങ്ങോട്ട് ഇറക്കിയാലും തൊട്ടാലും നോക്കിയാലും നികുതിയാണ്. എന്നാൽ എന്താ അവിടെ കാണണ്ടേ? നമുക്ക് എന്താണ് ഈ US കാണണ്ടേ, ഇല്ലേ? അപ്പൊ ഈ പൂജ്യങ്ങൾ നിങ്ങൾ ചേർക്കുക. ഇപ്പോഴത്തെ പൂജ്യം ഉണ്ടാകൊണ്ട് ആരും വേവലാതിപ്പെടേണ്ട. ഒരു പൂജ്യങ്ങളിൽ നിന്ന് അതിന്റെ മുമ്പിലേക്ക് ഒരു ഒന്ന് വരും. നമ്മൾ ആ ഇൻവിസിബിൾ ആയ ആ ഒരു മനോഭാവത്തോടു കൂടിയിട്ട്, ആ ഒരു ശക്തിയോട് കൂടിയിട്ട്, സത്യസന്ധമായ പ്രവർത്തനത്തിലൂടെ, അതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്, ബുദ്ധിയും ചിത്തവും മനസ്സും, അല്ലെ, ഒക്കെ അങ്ങനെ സത്യസന്ധമായ വഴിയിലൂടെ പോകുമ്പോൾ നമുക്കത് സാധിക്കും. അവിടെ 2030 എല്ലാവരും, ഞാൻ ഇപ്പൊ വേണ്ടി നിങ്ങൾക്ക് പറയാം, 30 മുതൽ നമുക്ക് വേൾഡ് ടൂർ ആരംഭിക്കാം. മനസ്സിലായ? KBCയുടെ നേതൃത്വത്തിൽ വേൾഡ് ടൂർ എല്ലാ രാജ്യങ്ങളും കാണണം, അല്ലെ ബിജു സാറേ? അല്ലാണ്ട് നമ്മൾ ഈ ഉളിക്കലും കേരളവും മൈസൂരും ഊട്ടിയും കൊടൈക്കനാലും മാത്രം പോയാൽ മതിയോ? അപ്പോ എവിടെയും പോകാനുള്ള ഒരു മനോഭാവം നമ്മൾ സൃഷ്ടിച്ചെടുത്താൽ മതി മനസ്സിൽ. അതാണ് ലോകത്തിൽ 100% ആറ്റിറ്റ്യൂഡാണ്. അതാണ് ഇവിടെ സുധാകരൻ സാർ പറഞ്ഞത്. പൂർണ്ണത 100% എന്ന് പറഞ്ഞാണ്, അല്ലെ? 916 എന്താ പറയുക ഇപ്പോൾ സ്വർണത്തിന് മാറ്റിന്റെ കാര്യം, അല്ലെ? അപ്പോ ആ പൂർണ്ണതയിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് ആറ്റിറ്റ്യൂഡാണ്. അതെങ്ങനെയാണ് കാൽക്കുലേഷൻ അദ്ദേഹം പറഞ്ഞു. A എന്ന് പറഞ്ഞാൽ 1, B എന്ന് പറഞ്ഞാൽ 2, C എന്ന് പറഞ്ഞാൽ 3, D എന്ന് പറഞ്ഞാൽ 4. ഇങ്ങനെ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി കൂട്ടിയിട്ട് ആറ്റിറ്റ്യൂഡിന്റെ വില നിങ്ങൾ കാൽക്കുലേറ്റ് നോക്കൂ. അത് 100% ആണ്, പ്യുവർ തങ്കമാണത്. നോളജ് നോക്കിക്കഴിഞ്ഞാൽ 100 ഉണ്ടാവില്ല. മനസ്സിലായ? നമ്മൾ ഒരു അറിവ് വേണം. പക്ഷെ അറിവ് നമ്മളെ പൂർണ്ണതയിലേക്ക് എത്തിക്കില്ല. മനസ്സിലായ? അറിവുള്ള എത്രയോ ആളുകൾ പരാജയപ്പെടുന്നു പല സമസ്ത മേഖലകളിലും, ഇല്ലേ? മനോഭാവം, മനസ്സിൽ പലതരത്തിലുള്ള ഭാവങ്ങൾ ഉണ്ടാകണം. ലോകത്തിൽ ഏറ്റവും സുന്ദരമാണ് മഴവില്ല്, അല്ലെ? മഴവില്ല് കണ്ടാൽ നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് കണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കണ്ണെടുക്കുമോ മഴവില്ല് കണ്ടു കഴിഞ്ഞാൽ? അല്ലെ? അത് പ്രകൃതിയുടെ ഒരു വരദാനമാണ്. അത് എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റില്ല മക്കളെ, കേട്ടാ. ഇടക്ക് ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണും. അപ്പൊ നമ്മൾ കുട്ടികളും ബന്ധുക്കളെ നോക്കിയെന്ന് പറയും, എന്ത് ഭംഗിയാണല്ലേ മഴവില്ല് കാണാൻ, അല്ലെ? എത്ര വർണ്ണങ്ങളാണ്, അല്ലെ? സപ്തവർണ്ണങ്ങള്, അല്ലെ? എന്നാൽ അതിനേക്കാൾ മനോഹരമാണ് നമ്മുടെ മനസ്സിൽ വിരിയുന്ന മഴവില്ലുകൾ. അതിനെ എത്ര വർണ്ണം എന്ന് പറയാൻ പറ്റില്ല. പറ്റുമോ? അതിനേക്കാൾ മനോഹരമാണ്. ലോകത്തിലെ മനോഹരമായ മഴവില്ലിനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള മനോഹരമായ മഴവില്ലുകൾ നിങ്ങളുടെ മനസ്സിൽ വിരിയിക്കാൻ വേണ്ടി സാധിക്കണം. അല്ലാണ്ട് എപ്പോഴും ഇരുട്ടും വേവലാതിയും കഷ്ടപ്പാടുകളും അല്ല. ഈ മഴവില്ലുകൾ മനസ്സിൽ വിരിയുമ്പോ, സ്വപ്നങ്ങൾ മനസ്സിൽ വിരിയുമ്പോ, മനസ്സിലായ? വേറൊരു തലത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടും.
അതാണ് ഇവിടെ സുധാകരൻ സാർ ഇന്ന് സൂചിപ്പിച്ച കുറെ കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാനിങ്ങനെ പറഞ്ഞ് നിർത്തൂല, അതുകൊണ്ട് സമയം പോവും. ബിജു സാറിനൊക്കെ എവിടെ പോകാൻ വേണ്ടി വണ്ടിയിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട് നേരത്തെയൊക്കെ. ഇയാള് നിർത്തൂല ഈ പഹയെന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, സോറി. അതുകൊണ്ട് നമ്മുടെ മനോഭാവമാണ് നമ്മളെ എല്ലാമാക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. എല്ലാമാക്കി മാറ്റുന്നത് ഇല്ലേ? നമ്മുടെ ശാസ്ത്രന്മാരുടെ കഥകൾ പഠിച്ച് നമുക്കറിയാം ഇല്ലേ? നമ്മുടെ ബൾബ് കണ്ടുപിടിച്ച്, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് ബൾബ് എന്ന് പറയുന്നത് അല്ലേ? എഡിസൺ അല്ലേ? അദ്ദേഹം എത്രയോ പരീക്ഷണങ്ങൾ നടത്തി, 3000-ലധികം പരീക്ഷണങ്ങൾ നടത്തി എന്നാ പറയുന്നത്. അവസാനം ആ ബൾബും കൊണ്ട് വന്ന് അല്ലേ, അത് എല്ലാവരും സമൂഹത്തിനെ കാണിക്കാൻ വേണ്ടി, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബൾബ് എടുത്ത് വന്നപ്പോ അദ്ദേഹത്തിന്റെ സ്റ്റാഫിന്റെ കയ്യിൽ നിന്നും ആ ബൾബ് എന്തായി? താഴെ വീണ് പൊട്ടിപ്പോയി. ആലോചിച്ചു നോക്കണേ, എത്രയോ വർഷങ്ങളുടെ പരീക്ഷണമാണത്. മനസ്സിലായ? നമ്മളാണെങ്കിൽ അപ്പൊ തന്നെ അവനെ കുത്തിക്കൊല്ലും ഇല്ലേ, അല്ലെങ്കിൽ അടിച്ചു കൊല്ലും അവനെ. എത്ര വർഷത്തെ എത്ര പരാജയങ്ങളുടെ 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 അല്ലേ ഒരു പൂർത്തീകരണമായിരുന്നു ആ കണ്ടുപിടുത്തം. പൊട്ടിപ്പോയി. മനസ്സിലായ? അദ്ദേഹം മാനസികമായിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു, ഒരു പ്രശ്നമില്ല, ഈ ബൾബല്ലേ പൊട്ടിയിട്ടുള്ളൂ അല്ലെ, ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ബൾബുകൾ നമുക്ക് ഇനി ഉണ്ടാക്കാലോ, അതിന്റെ ടെക്നോളജി നമ്മുടെ മനസ്സിൽ വിരിഞ്ഞു കഴിഞ്ഞില്ലേ, തെളിഞ്ഞു കഴിഞ്ഞില്ലേ. നീ എന്തിനാ വിഷമിക്കുന്നതുകൊണ്ട് അവനെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, അതുപോലെ ആയിരിക്കണം നമ്മുടെ മനോഭാവം. എല്ലാം തകർന്നാലും എല്ലാം നഷ്ടപ്പെട്ടാലും, മനസ്സിലായ? ചിലവരൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവരൊക്കെ നമുക്ക് നല്ല പണിയൊക്കെ തന്നു പോവും. നമ്മൾ വലിയ സ്നേഹത്തോടൊക്കെ ചിലപ്പോൾ വളർത്തിയിട്ടുണ്ടാവും, സ്വന്തം മക്കളാണെങ്കിൽ പോലും ഇല്ലേ. അതുകൊണ്ട് അവര് പോകുമ്പോ നമ്മൾ തളരേണ്ട ആവശ്യമില്ല. സുഹൃത്തുക്കൾ ചിലപ്പോൾ വിരിഞ്ഞു പോകും, അതൊന്നും തളരേണ്ട. അതിനേക്കാൾ നല്ല സുഹൃത്തുക്കളും ബന്ധങ്ങളും ബിസിനസ്സുകാരും അസോസിയേറ്റ്സ് ഒക്കെ നമ്മുടെ അടുത്തേക്ക് വരും. മനസ്സിലായി? ആ ഒരു മനോഭാവത്തിൽ നമുക്ക് എന്തുണ്ടാകണം? ഒരു സ്ട്രോങ് മനോഭാവം ഉണ്ടാകണം. അതാണ് ഞാനിപ്പോ അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ മനോഭാവമാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം. വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ. നമ്മളെപ്പോ നോക്കുന്നത് ഈ പുറത്തുള്ള നല്ല മനോഹരമായ ബിജു സാറിനെയാണ് നോക്കുന്നത്. അതിനകത്ത് വേറൊരു സാധനമുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ലേ? നമ്മളെല്ലാം ചിരിക്കുവാണെങ്കിലും അല്ലെ, അതിന്റെ അകത്ത് വേറെ ഒരു സംഭവം ഉണ്ട് എല്ലാവരുടെയും. അകവും പുറവും എന്ന് പറയുമ്പോൾ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ അല്ലേ? നമ്മൾ അകത്ത് കയറി നോക്കാൻ പറ്റില്ല. നമ്മൾ പറയില്ലേ, ചക്കയാണെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാന്ന് പറയും അല്ലേ? വെളുത്തിട്ടുണ്ടോ നോക്കാൻ. മനസ്സ് തുറന്നു നോക്കാൻ പറ്റുമോ? നെവർ. ഇല്ലേ? നല്ല ചിരിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ സ്വന്തം ആളാണെന്ന് വിചാരിക്കും. പക്ഷേ ഇൻവിസിബിൾ ആയ പല കാര്യങ്ങളുണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ബുർജ് ഖലീഫയിൽ പറഞ്ഞ എവിടെയോ എത്തിപ്പോയി. അപ്പൊ ബുർജ് ഖലീഫയുടെ 48 നിലയിലുള്ള ബിൽഡിംഗ്, നമ്മളെ കോഹിനൂർ ടവർ, നമ്മുടെ കമ്പനിയുടെ അഭിമാനമായ കോർപ്പറേറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന അവിടെയാണ്, ഇന്റർനാഷണൽ ഓപ്പറേഷന് വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നോക്കണം എന്താണ്? എപ്പോഴും ഒരു ബിൽഡിങ്ങിന്റെ അടുത്ത് നമ്മൾ എങ്ങോട്ടാ നോക്കുക? ഇങ്ങനെ മുകളിലോട്ട് നോക്കും, 4 വശങ്ങളിലേക്ക് നോക്കും അല്ലേ? ശരിയല്ലേ? പക്ഷെ അതിന്റെ അടിത്തറ ആരും നോക്കാറില്ല അല്ലേ? ആരൊക്കെ നോക്കാറുണ്ടോ? ഇല്ല. നല്ല ബിൽഡിംഗ് ആണ്, മുകളിലോട്ടോ അപ്പുറത്തും ഇപ്പുറത്തൊക്കെയാണ് നോക്കുക. പക്ഷെ അതിന്റെ ബേസ് എന്ന് പറയുന്നത് അതിന്റെ അടിത്തറയാണ്. അതാണ് ഇവിടെ സാറ് സൂചിപ്പിച്ച അടിത്തറ. അടിത്തറ മറക്കരുത്. നമ്മളെപ്പോഴും വന്ന വഴികൾ മറക്കരുത്. വന്ന ആളുകളെ നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് ആളുകളെ ഈ നമ്മളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഏറ്റവും അല്ലെ പരിഭാവനമായ അച്ഛനെയും അമ്മയും ആദ്യം ബഹുമാനിക്കുക. അച്ഛനും അമ്മയ്ക്കും വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുന്നുണ്ട്. രാവിലെ എഴുന്നിട്ട് മറ്റേ അത് നാമോ ഈ നാമവും ജപിച്ചിട്ടൊന്നും കാര്യമില്ല. എന്നിട്ട് അച്ഛനെ അവർ 2 ചവിട്ട് കൊടുക്കുക, അമ്മേനെ വിളിച്ച് തെറി പറയാ. അതിലായ കൊണ്ടുവിടുന്ന കാര്യങ്ങൾ അവർ 4 നേരം എത്ര നിസ്കരിക്കണ്ടെങ്കിൽ 5 നേരം അല്ലെ? 5 നേരം പോയിട്ട് നിസ്കരിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് വിസിബിൾ ആൻഡ് ഇൻവിസിബിളിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് മുഴുവൻ നമുക്ക് പറയാനുണ്ട്. അതുകൊണ്ട് അത്രയും നല്ലൊരു സബ്ജക്ട്, ഡീപ്പ് സബ്ജക്റ്റ് ആണ് ഇന്നെന്തായാലും ഇവിടെ നമ്മുടെ സുധാകരൻ സാർ സംസാരിച്ചത്. ആ ബിൽഡിംഗ് നോക്കാതെ ബിൽഡിങ്ങിന്റെ അടിത്തറ നോക്കണം എന്നാ പറഞ്ഞത്. അതുപോലെ ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ലോകത്തിലെ നമ്പർ 1 അല്ലേ? ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഒരു ഉപകരണമാണ്, ഒരു എക്യുപ്മെന്റ് ആണ്. നമ്മുടെ രാമേന്ദ്രൻ സാർ പറയും പോലെ സാധാരണ ഒരു ചെറിയൊരു മൊബൈൽ ഫോൺ മേടിച്ചാൽ പോലും നമുക്ക് അതിന്റെ ഒരു കാറ്റലോഗ് ഉണ്ടാവും അല്ലെ, അതിങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ഈ ഭൂമിയിലേക്ക് പറക്കുന്ന ഈ ലോകത്തിലെ നമ്പർ 1 ആയ ഈ ഉപകരണത്തിന് ഒരു എക്യുപ്മെന്റും ഇല്ല എന്നുള്ളതാണ്. സോറി, ഒരു കാറ്റലോഗും ഇല്ല അല്ലെ? ഇതെങ്ങനെയാണ്
ബുദ്ധിമുട്ടുള്ളതാണ്, ഗന്ധം അറിയാനുള്ളതാണ്. ഇങ്ങനെ ഓരോ ഉപകരണത്തിന്റെ വർക്ക് ചെയ്യേണ്ട സിസ്റ്റം ഉണ്ടല്ലോ, അത് ആരും പഠിപ്പിച്ചു തരുന്നില്ല. പക്ഷെ അതൊക്കെ പ്രകൃതിയെ നമ്മളെ പഠിപ്പിച്ചോളും കേട്ടാ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വേൾഡിലെ ഒരു ഉപകരണമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണാരോഗ്യത്തോടെ, പൂർണ്ണാരോഗ്യം എന്ന് പറഞ്ഞാൽ സാർ ഇവിടെ പറഞ്ഞ വാക്ക് മെന്റൽ ഹെൽത്ത് ആണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതെന്നുള്ള. ശാരീരിക ആരോഗ്യത്തെക്കാൾ മാനസിക ആരോഗ്യം ഉണ്ടാകണം എന്നുള്ളതാണ്. മാനസിക ആരോഗ്യം ഉണ്ടായാൽ ശാരീരിക ആരോഗ്യം ഉണ്ടാവും, സാമ്പത്തിക ആരോഗ്യം ഉണ്ടാവും, എല്ലാ ആരോഗ്യം ഉണ്ടാവും. മനസ്സ് തളർന്നാൽ എല്ലാം തീർന്നു, അല്ലെ? ശരിയല്ലേ? മനസ്സാണ് ഏറ്റവും പ്രധാനം. മനസ്സിന് ശക്തി കൊടുക്കണം. മനസ്സ് വിചാരിച്ചാൽ എന്തും ചെയ്യാൻ സാധിക്കും, ഇല്ലേ? എന്തും ചെയ്യാം. അപ്പൊ മനസ്സിനെ നമ്മൾ തളർത്തരുത്. മനസ്സാണ് സ്ട്രോങ്. മെന്റൽ ഹെൽത്ത് ഈസ് ബെസ്റ്റ്. മെന്റൽ ഹെൽത്ത് ആണ് ഏറ്റവും സ്ട്രോങ്. കേൾക്കണം. ഇവിടെ ഇത്തിരി വിസിൽ കേൾക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. 2-3 ഗസ്റ്റ് ഉണ്ട്. അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് ഇന്ന് വിസിലടിച്ചത്. കേൾക്കുന്നുണ്ടോ വിസില്? കുക്കറിന്റെ ശല്യമായി പോയാർക്കും. അപ്പൊ ജസ്റ്റ് ഓഫാക്കാൻ പറഞ്ഞത്. ഒരു 3-4 ഗസ്റ്റ് വന്നിട്ടുണ്ട്. അവർക്ക് പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ടാണത്. ഓക്കെ, സോറി. അപ്പോ മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ? അപ്പൊ മാനസിക ആരോഗ്യത്തെ കുറിച്ച്. അപ്പൊ നമ്മളെ ബോഡി എന്ന് പറയുന്ന ഈ ഉപകരണം, ഇതിന്റെ ഒന്നും ഇതുവരെ ആരെയും ഒരു ശാസ്ത്രജ്ഞനും കണ്ടുപിടിച്ചിട്ടില്ല ഇതിന്റെ ടെക്നോളജി എന്താണെന്ന്. മനസ്സിലായ? ഈ ഉപകരണത്തെ ആക്റ്റീവ് ആക്കി നിർത്താൻ നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സുകൾ എവിടെയൊക്കെ ഉപയോഗിച്ചാലാണ് കൂടുതൽ ഗുണം കിട്ടുക, അത് നമുക്ക് അറിയേണ്ട ഒരു സബ്ജക്റ്റാണ്, അല്ലെ? സാറ് പറഞ്ഞു മുടി കൊഴിച്ചിൽ. ചെറുപ്പക്കാർക്ക് ഇപ്പൊ മുടി കൊഴിച്ചിലാണ്, ഇല്ലേ? മൊത്തം കഷണ്ടിയാണ്. പെണ്ണ് കാണാൻ പോകുമ്പോൾ എനിക്ക് അവനെ വേണ്ടെന്ന് പറയും, ഇല്ലേ? ഇപ്പം മുടിയുണ്ടോന്നും അറിയില്ല. ഇപ്പൊ വേറെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ടാ പോണത് ആളുകൾ. നമ്മുടെ ഒരു സുഹൃത്ത് അങ്ങനത്തെ ഒരു മുടിയും വെച്ച് കല്യാണത്തിന് പോയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അവസാനം കല്യാണം കഴിഞ്ഞ രാത്രിയിൽ മുടിയൊക്കെ പറന്ന് താഴത്തേക്ക് വീണുപോയി. ആ സുഹൃത്ത് തന്നെ പറഞ്ഞതാണ്. എല്ലാവർക്കും അറിയാം ആളെ. പെണ്ണുമ്പിള്ളക്ക് ഇത് അറിയായിരുന്നു, പക്ഷെ പെണ്ണുമ്പിള്ള അമ്മക്കറിയില്ല. അമ്മ പെണ്ണ് പേടിച്ചു പോയി ഇവനെ കണ്ടപ്പോ. ഒരു രസം പറഞ്ഞ രാവിലെ തന്നെ ഉണ്ടാ. അപ്പൊ മുടി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഇന്ന്. മുടി കൊഴിച്ചിൽ, ഇല്ലേ? പെൺകുട്ടികൾക്ക് ഇപ്പൊ മുടി പാടില്ല കേട്ടാ. അതൊരു പാഷനാണ്. പഴയ കാലത്തില്ലേ തലമുടി മുതൽ, ഇല്ലേ, നിതംബം വരെ ഇങ്ങനെ നീളമുള്ള മുടി വേണം, ഇല്ലേ? അങ്ങനെയുള്ള കുട്ടികളെയാണ് ആൾക്കാർ നോക്കുക, അല്ലെ മോഹൻദാസ് സാറേ? ഇപ്പൊ അങ്ങനെയുള്ള മുടികളൊക്കെ എന്ത് ചെയ്യണം? വെട്ടിക്കളയണം. വെട്ടി ഇത്രയും നീളം ഉണ്ടാവാൻ പാടുള്ളൂ, ഇല്ലേ? നമ്മുടെ ചെടികളൊക്കെ വെട്ടുമ്പോൾ വെട്ടി നിർത്തുകയാണ് ഇപ്പൊ. അത് വേറെ സ്റ്റൈൽ. പോട്ടെ, ഞാൻ പറയാൻ തോന്നി നിർത്തൂല, സോറി. അപ്പൊ ഞാൻ പറഞ്ഞത് രസകരമായിട്ടാണ് പറഞ്ഞാൽ പോലും. സുധാകരൻ സാർ ഇവിടെ പറഞ്ഞ മുടി കൊഴിച്ചിലിന് നമുക്ക് ഈ നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നാണ് പറഞ്ഞു തന്നത്, അല്ലേ? അതേപോലെ തന്നെ ഉപ്പ് കുറക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹം. മനസ്സിലായി? ഉപ്പ് ഏറ്റവും കുറക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രായമായിട്ട് ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് നമ്മുടെ ബഹുമാന്യനായ, അല്ലെ, നമ്മുടെ പഴയ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ സാർ, അല്ലെ? അദ്ദേഹത്തിന്റെ ഭക്ഷണശീലത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കും. എന്താ ഇത്രയും ആരോഗ്യത്തോടെ ജീവിക്കാൻ കാരണം? പല കാര്യങ്ങളുണ്ട് ഭക്ഷണത്തില്. അതൊക്കെ ഒരു ദിവസം സുധാകരൻ സാർ പറയും, ഭക്ഷണ ക്രമീകരണങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. മനസ്സിലായ? അദ്ദേഹം ഉപ്പ് ഉപയോഗിക്കുന്നില്ല, പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിലേക്ക് കുറെ മാറ്റങ്ങളുണ്ട്. അതേപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റും നമ്മൾ എവിടെ കെട്ടിയാലാണ് കൂടുതൽ റിസൾട്ട് കിട്ടുക. മുടി വളരണമെങ്കിൽ എവിടെ കെട്ടണം, തൈറോയ്ഡ് മാറണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് കാലിന് കെട്ടണോ കയ്യിൽ കെട്ടണോ, എവിടെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്? മനസ്സിലായില്ലേ? ഇങ്ങനെ ഓരോ ശരീരത്തിന്റെ ഓർഗൻസിനെയും റിപ്പയർ ചെയ്യാൻ സിമ്പിൾ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടാൻ ഈ പ്രൊഡക്റ്റ് എവിടെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ക്ലാസ് സുധാകരൻ സാറിന്റെ അടുത്ത ദിവസം ഉണ്ടാവും. എല്ലാവരും എഴുതി വെക്കുക. തൈറോയിഡ് സുധാകരൻ സാർ പറയും, റിസ്റ്റ് ബാൻഡ് ഇന്ന സ്ഥലത്ത് കെട്ടണം, വെള്ളം കുടിക്കണം. മനസ്സിലായ? മുടി കൊഴിച്ചിൽ, താരൻ മാറാൻ, മനസ്സിലായില്ലേ? മുട്ടുവേദന, കാലുവേദന, ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പറയാം അവരോട്. അപ്പൊ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയാൽ കൂടുതൽ ആളുകളിലേക്ക് പ്രൊഡക്റ്റ് എത്താനും നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തിക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷവാനാണ്, അല്ലെ? നമ്മൾ പൈസക്ക് വേണ്ടിയൊന്നും നിങ്ങൾ വർക്ക് ചെയ്യണ്ട. പൈസ ബൈ പ്രൊഡക്റ്റ് ആണ്, പണം ബൈ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ നല്ല സേവനം ചെയ്യാൻ വേണ്ടി നല്ല മനോഭാവത്തെ ഇറങ്ങി പുറപ്പെട്ടാൽ മതി. പണം നിങ്ങളെ തേടി വരും. പണത്തിന്റെ പുറകെ പോയ ഒരാൾക്കും പണം കിട്ടിയിട്ടില്ല കേട്ടാ. അതൊക്കെ ചതിപ്പെട്ടിട്ടുള്ള പൈസയും കൂടെ പോയ കഥകളാണ് നമുക്ക് പറയാനുള്ളത്, അല്ലെ? ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, സമയം വൈകിയുണ്ട്. 5 വെച്ചാൽ 10 കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് വേഗം കൊണ്ടുവച്ചിട്ട് 5 ഇല്ല 10 ഇല്ല.
ഒക്കെ പോട്ടെ. അതുകൊണ്ട് പണത്തിന്റെ പുറകെ ഓടിയാൽ പണം കിട്ടില്ല. നിങ്ങളുടെ പൂന്തോട്ടത്തിൽ വന്നിരിക്കുന്ന ഒരു ചിത്രശലഭത്തെ പിടിക്കാൻ നിങ്ങൾ നോക്കൂ. അതിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അതെന്ത് ചെയ്യും? എന്നെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുവോ? അത് ഓടിക്കളയും ഇല്ലേ? ഓടിക്കളയില്ലേ? അതുപോലെ തന്നെയാണ് പണം. പണം ബൈ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ സത്യസന്ധമായ പ്രവൃത്തി സേവനങ്ങൾ സമൂഹത്തിന് ചെയ്യുമ്പോൾ ഈ പ്രകൃതി അറിഞ്ഞിട്ട് ആർക്കൊക്കെയാണ് ഇത് കൊടുക്കണമെന്ന് പ്രകൃതി തീരുമാനിച്ചിട്ടുണ്ട്. പറയുന്ന പോലെ പ്രവർത്തിക്കണം. പറച്ചിൽ വേറെയും പ്രവൃത്തി വേറെ ആയാല് പ്രകൃതിക്കറി ഇവനാള് കൊള്ളാട്ടോ, 10 പൈസ കൊടുക്കണ്ട അവൻ പറയും. 10 പൈസ കിട്ടില്ല മക്കളെ. അതുകൊണ്ട് നല്ല മനസ്സോട് കൂടിയിട്ട്, അതാണ് ഇവിടെ സുധാകരൻ സാറ് സൂചിപ്പിച്ചത്. നല്ല മനസ്സിന്റെ ഉടമയായി കഴിഞ്ഞ് നല്ല പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്, നല്ലൊരു ജീവകാരുണ്യ പ്രവൃത്തിയാണ് ചെയ്യുന്നുള്ള ഉത്തരവാദിത്തത്തോട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ വിജയങ്ങൾ നമുക്ക് സാമ്പത്തികം മാത്രമല്ല, ആത്മീയമായ വിജയങ്ങൾ, പ്രാർത്ഥനകൾ വേണം. അതാണ് ഇവിടെ പറഞ്ഞത്. പ്രാർത്ഥനകൾ നമുക്ക് ശക്തി തരും, വിജയിക്കാനുള്ള വഴി തുറന്നു തരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സബ്ജക്റ്റ് അവതരിപ്പിച്ച സുധാകരൻ സാറിനും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തരോടുള്ള നന്ദി, കടപ്പാടവും ബഹുമാനവും സ്നേഹവും ആദരവും അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട്, സുധാകരൻ സാറിന്റെ ഒരു ഫിസിക്കൽ പ്രോഗ്രാം നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് വെക്കാൻ വേണ്ടി സാധിക്കും. എന്തായാലും സൂമിൽ അടുത്ത ദിവസം ഈ ഓരോ കാര്യങ്ങളും സുധാകരൻ സാറും കൂടി അതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വന്നാൽ നല്ലതായിരിക്കും. ഷുഗർ എവിടെയാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെ വേണം, കൊളസ്ട്രോൾ എന്താണ് ഉപയോഗിക്കേണ്ടത്, എവിടെ വേണം, മനസ്സിലായ? ഇങ്ങനെ ചെയ്തു കൊടുത്താൽ നമ്മുടെ ടീമിന് നല്ലതായിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ എല്ലാവരും തയ്യാറാകുക, പഠിക്കുക, പഠിപ്പിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം വളരെ എഫക്റ്റീവ് ആയിരുന്നു, വളരെ പവർഫുൾ ആയിരുന്നു, വളരെ നോളജ് ഷെയർ ചെയ്യുന്നതായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് കൂടുതൽ ആളുകളെ നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിക്കാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ദയവായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ്